ഹായ് ഓൾ, ഏണസ്റ്റൊക്കെയാണ് പുതിയൊരു ക്ലാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPCയുടെ CBT1 ടയർ 1 എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് December 30, 2020 ഷിഫ്റ്റ് 1 ചോദ്യങ്ങളുടെ റീസണിങ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളപ്പോൾ ഓൾറെഡി എല്ലാം പഠിച്ച് തുടങ്ങിയെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ പ്രിപ്പറേഷൻ ആണ് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ഏത് ലെവലോട്ട് പോകുന്ന അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ലെവൽ എങ്ങനെയാണ്, നമ്മൾ ഏതൊക്കെ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കണം മനസ്സിലാക്കാൻ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ എപ്പോഴും സ്ഥിരമായിട്ട് ഒരു വീക്ക് ഇപ്പം എക്സാം ഒക്കെ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആഴ്ചയിൽ ഒരു 5 സെറ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് അറിയാൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളുടെ എവിടെ ഇനി എക്സ്ട്രാ ഫോക്കസ് ഇവിടെ കൊടുക്കേണ്ടി വരും. നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ എന്ത് ചെയ്യുക, നിങ്ങൾ സ്ഥിരമായിട്ട് PYQs പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Okay, first question. A group of 5 students has different height. Raj is shorter than Simran. Simran is shorter than Manoj. Manu is taller than only Kriti. Who among the following is the tallest? Okay, ഇതാണ് ചോദ്യം. നമ്മുടെ റാങ്കിങ് ആൻഡ് ഓർഡറിങ് അല്ലേ, റാങ്കിങ് ആൻഡ് ഓർഡറിങ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, റാങ്ക് ആൻഡ് ഓർഡറിങ് ആകുമ്പോഴത്തേക്ക് ഓർക്ക് എപ്പോഴും റീസണിങ് പൊതുവെ എളുപ്പമായത് കാരണം അധികം സമയം കളയാതെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ സ്പീഡ് വായിക്കുക, കാര്യങ്ങൾ ഇപ്പോൾ അവിടെ എന്താ സെറ്റാക്കി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഗ്രൂപ്പ് ഓഫ് 5 സ്റ്റുഡൻസ് ഹാസ് ഡിഫറെൻറ്റ് ഹൈറ്റ്. രാജ് ഈസ് ഷോർട്ടർ ദാൻ സിമ്രാൻ. ഓക്കെ, ഇപ്പോൾ രാജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സിമ്രാനെ കാട്ടിയും കുറവാണ്. ഓക്കെ, അപ്പം ഉറപ്പായിട്ടും സിമ്രാനെ രാജിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, റാങ്ക് ആൻഡ് ഓർഡറിങ് ആകുമ്പോൾ പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം സിമ്രാൻ ഹൈറ്റ് കൂടുതലാണല്ലേ, അപ്പം പലരും ഇങ്ങനെ എഴുതാറുണ്ട്, സിമ്രാൻ ഗ്രേറ്റർ ദാൻ രാജ് എന്നൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് അവസാനം എല്ലാവരും അറേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഇവരെ വെർട്ടിക്കലി പ്ലേസ് ചെയ്യുക. ഈ പറയുന്ന ആളുകളെ വെർട്ടിക്കലി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടങ്ങ് മനസ്സിലാക്കാൻ പറ്റും. അവസാനം സെറ്റ് കഴിയുമ്പോൾ ആരാണ് ഇതിൽ ഏറ്റവും വലുത്, ആരാണ് ഏറ്റവും ചെറുതെന്ന് പെട്ടെന്ന് തന്നെ കാണുന്നതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്നാൽ പറഞ്ഞ് രാജ് ഷോർട്ടർ ദാൻ സിമ്രാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രാജിന് താഴെ വയ്ക്കാം, സിമ്രാനെ മുകളിൽ വയ്ക്കാം. ഓക്കെ, പിന്നെ എന്താ പറയുക, സിമ്രാൻ ഈസ് ഷോർട്ടർ ദാൻ മനോജ്. സിമ്രാൻ മനോജിനെ കാട്ടി ചെറുതാണ്. ഉറപ്പായിട്ടും മനോജിനാണ് സിമ്രാനെ കാട്ടി നീളം കൂടുതൽ അല്ലേ. മനോജിന് എന്ത് ചെയ്യണം, സിമ്രാനെ മുകളിൽ പ്ലേസ് ചെയ്യാം. സെറ്റല്ലേ. പിന്നെ എന്താ പറയുന്നത്, മനു ഈസ് ടോളർ ദാൻ ഒള്ളി കൃതി. മനു എന്ന് പറയുന്ന വ്യക്തി കൃതിനെ കാട്ടിയും അല്ലേ, കൃതിനെ കാട്ടി മാത്രമേ ആൾക്ക് ഹൈറ്റിൻ്റെ കൂടുതലുള്ളൂ. ഓക്കെ, കൃതിനെ കാട്ടി ആകെ കൃതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ മാത്രം ആണ് ഈ മനുവിന് ഹൈറ്റ് കൂടുതലുള്ളത് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും കൃതിനെ താഴെ വയ്ക്കാം, അയാളുടെ മുകളിലാരെ പ്ലേസ് ചെയ്യാം, മനുവിനെ പ്ലേസ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ എല്ലാവരും സെറ്റായി കഴിഞ്ഞു, കൺഫേം അല്ലേ. മനുവിന് കൃതിനെ കാട്ടി മാത്രമേ ഹൈറ്റ് കൂടുതലുള്ളൂ. ദാറ്റ് മീൻസ് ബാക്കിയുള്ള മനോജിനും സിമ്രാനും രാജിനും മനുവിനെ കാട്ടി കൂടുതൽ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ, ഒറ്റയടിക്ക് തന്നെ ഇതിൽ ഹൈറ്റ് വൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്നാണ്, ഹൂ എമംഗ് ദ ഫോളോയിങ് ദ ടോളസ്റ്റ് അല്ലേ, ഏറ്റവും ഹൈറ്റ് ഉള്ള വ്യക്തിയാണ്, ഏറ്റവും ഉള്ള വ്യക്തിക്കായിരിക്കും ഹൈറ്റ് കൂടുതൽ അല്ലേ. ഓപ്ഷൻ 4 മനോജ് എന്ന് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, റാങ്കിങ് ആൻഡ് ഓർഡറിങ് ആകുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ പ്ലേസ് ചെയ്യുക, അല്ലാതെ ഈ ഗ്രേറ്റർ സിമ്പിൾ ലെസ് സിമ്പിളൊക്കെ കൊടുത്ത് ഒരു കറക്ഷനും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് സമയം വേസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ പ്രാക്ടീസ് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻസോട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. ഡയറക്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഗിവൺ ഫോളോഡ് ബൈ 2 കൺക്ലൂഷൻസ്. യു ഹാവ് ടു കൺസിഡർ സ്റ്റേറ്റ്മെൻറ്റ് ടു ബി ട്രൂ ഈവൻ ഇഫ് ഇറ്റ് സീംസ് ടു ബി at variance from commonly known facts. You have to decide which of the given conclusions can be drawn definitely from the given statement. ഓക്കെ, ഇതാണ് ചോദ്യം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻസായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡിറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓക്കെ ബേസിക് ഫാക്ട്സുമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും തരുന്ന സ്റ്റേറ്റ്മെൻറ്റ് പക്ക ട്രൂ ആയിട്ട് കരുതുക. ഓക്കെ, അത് നമ്മുടെ സിലോയിസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ആയിക്കോട്ടെ, ആർഗ്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, അസംഷൻസ് ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെ എല്ലാം സ്ഥിരമായിട്ട് പറഞ്ഞ കാര്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ്സിന് എന്ത് പൊട്ടത്തെറ്റാണെങ്കിൽ പോലും തരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ട് കരുതുക. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിന് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മാത്രമേ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ കൺക്ലൂഷൻസ് ആണ്. അപ്പം എന്താണ്, ആ തരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, സ്ഥിരമായിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓർക്കുക, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻസ് ആകുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഒരു കാര്യങ്ങളും അസ്യൂം ചെയ്യാൻ പാടില്ല, ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, ഒന്നും പ്രീ അസ്യൂം ചെയ്യാൻ പാടില്ല, മുൻകൂട്ടി ഒന്നും തീരുമാനിക്കരുത്. ഓക്കെ, ഒന്നും ഊഹിക്കാനും പാടില്ല. അപ്പം ഇതൊന്നും ചെയ്യാതെ വേണം നമ്മൾ എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഓക്കെ, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ശരി, അപ്പോൾ എന്താ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, സ്പിന്നർ ബോളർ ടേക്സ് 6 വിക്കറ്റ്സ് ഇൻ എ T20 മാച്ച്. ഓക്കെ, ഇവർ T20 ക്രിക്കറ്റ് മാച്ചിൽ എന്താണ് സ്പിന്നേഴ്സ് 6 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്.
ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് തന്നെ കരുതുക. ശരി, കൺക്ലൂഷൻ 2 കൺക്ലൂഷൻസ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 80% ഓഫ് ദി ബോളേഴ്സ് ആർ സ്പിന്നേഴ്സ്. ഓക്കെ, എന്താണ് ഈ ബോൾ ചെയ്ത ബോളേഴ്സിനകത്ത് 80% ആളുകളും സ്പിന്നർമാരാണ്. അപ്പോൾ ഈ ഒരു കൺക്ലൂഷൻ നമുക്ക് ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻ ആയിരിക്കുമോ? ആലോചിച്ച് നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ആകെ വിക്കറ്റ് എടുത്തിട്ടുള്ള ബോളേഴ്സിൽ 6 വിക്കറ്റ് എടുത്ത സ്പിന്നേഴ്സ് എന്ന് പറയുന്നുള്ളൂ. അല്ലാതെ അതിൽ ബോൾ ചെയ്ത ബോളേഴ്സ് 80% സ്പിന്നേഴ്സ് ഉറപ്പില്ല. നമുക്ക് നേരത്തെ പറഞ്ഞു, ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല. അത് കാരണം ഫസ്റ്റ് വൺ അസംഷൻ ആയി പോകും. ഉറപ്പായിട്ടും ഫസ്റ്റ് വൺ ഫോളോ ചെയ്യില്ല. ക്ലിയർ അല്ലേ? സെക്കൻഡ് നോക്കാം. ദ ഓപ്പണർ വിൽ ബി എ സ്പിന്നർ. ഓപ്പൺ ചെയ്യുന്ന ബോളർ സ്പിന്നർ എന്ന് പറയുന്നു. അത് നമുക്ക് ഉറപ്പുണ്ടോ? നമുക്കൊന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, അത് ഉറപ്പില്ല. അത് കാരണം സെക്കൻഡ് വണ്ണും ഫോളോ ചെയ്യില്ല. എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ എപ്പോഴും ഓർക്കുക, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ് ആകുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഒന്നും അസ്യൂം ചെയ്യാൻ പാടില്ല, ഒന്നും പ്രീ അസ്യൂം ചെയ്യാൻ പാടില്ല. സെറ്റ് അല്ലേ? അത് കാരണം ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ 3, നൈദർ 1 nor 2 is true. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ പറയുന്നത്? ഡയറക്ഷൻസ് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഗിവൺ ഫോളോഡ് ബൈ 4 കൺക്ലൂഷൻസ്. യു ഹാവ് ടു കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് ടു ബി ട്രൂ ഈവൻ ഇഫ് ഇറ്റ് സീംസ് ടു ബി അറ്റ് വേരിയൻസ് ഫ്രം കോമൺലി നോട്ട് ഫാക്ട്സ്. You have to decide which of the given conclusions can be drawn definitely from the given statement. Okay, എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും ട്രൂ ആയിട്ട് കരുതുക. എന്ത് പൊട്ടത്തിലാണ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് കരുതുക. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൺക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇത് നമ്മുടെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, അപ്പം ഈ ഒരു ഷിഫ്റ്റിനകത്ത് ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ കൺക്ലൂഷൻസ് വന്നു അല്ലേ? സെയിം ടോപ്പിൽ 2 ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കുക. വെൻ സവിത ഹിയർ ഇറ്റ്സ് ബർത്ത്ഡേ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? വെൻ സവിത ഹിയർ ഇറ്റ്സ് ബർത്ത്ഡേ ദെൻ ഷീ ഓർഡേഴ്സ് ദ കേക്ക്. ഓക്കെ, അതായത് സവിത ആരിലും ബർത്ത്ഡേ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അപ്പോഴേ കേക്ക് അങ്ങ് ഓർഡർ ചെയ്യും. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് കരുതുക. വെൻ സവിത ഹിയർ ഇറ്റ്സ് ബർത്ത്ഡേ ഷീ ഓർഡേഴ്സ് ദ കേക്ക്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് കരുതുക. ഇവിടെ 4 കൺക്ലൂഷൻസ് ഉണ്ട്. ഓരോന്നും വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്താ പറയുന്നത്? ഷീ ഓർഡേഴ്സ് ദ കേക്ക്. ഓക്കെ, ഷീ ഓർഡേഴ്സ് ദ കേക്ക്. ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് അവൾ ബർത്ത്ഡേ കേട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കേക്ക് ഓർഡർ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഫസ്റ്റ് വൺ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അവൾ കേക്ക് ഓർഡർ എന്ന് പറയുന്നത് കാരണം ഫസ്റ്റ് വൺ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്നാലും ഫുൾ നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരി, ഇനി സെക്കൻഡ് നോക്കാം. ഷീ ഹിയർ സമ്മൺ ബർത്ത്ഡേ. അവൾ ഒരാളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ടു എന്ന് പറയുന്നു. അപ്പോൾ അത് നമുക്ക് എന്താണ് ഊഹിക്കാൻ പറ്റും, നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സെറ്റല്ലേ? തൽക്കാലം അവിടെ നിൽക്കട്ടെ, ബാക്കി നോക്കാം. തേർഡ് വൺ, ഷീ ഡസ് നോട്ട് ഓർഡർ ദ കേക്ക്. അപ്പോൾ ഇവൾ കേക്ക് ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അവൾ ഉടനെ തന്നെ കേക്ക് ഓർഡർ ചെയ്യും. അങ്ങനെയെങ്കിൽ അവൾ ബർത്ത്ഡേ ഉണ്ടെന്ന് അല്ലെങ്കിൽ അവൾ കേക്ക് ഓർഡർ ചെയ്യില്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് കാരണം തേർഡ് വൺ എന്തായാലും ഫോളോ ചെയ്യില്ല. ഫോർത്ത് വൺ നോക്കാം. ഷീ ഡസ് നോട്ട് ഹിയർ സമ്മൺ ബർത്ത്ഡേ. ഓക്കെ, അവൾ ആരെയും ബർത്ത്ഡേ ഉണ്ടെന്ന് കേട്ടിട്ടേ ഇല്ല. അത് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവിടെ ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അവൾ കേക്ക് ഓർഡർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് കാരണം ഉറപ്പായിട്ടും തേർഡും ഫോർത്തും എന്താണ് ഫോളോ ചെയ്യില്ല. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? ഫസ്റ്റും സെക്കൻഡും ഫോളോ എടുക്കാൻ പറ്റും. കാര്യം ഷീ ഓർഡേഴ്സ് ദ കേക്ക്. അവൾ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞാൽ കേക്ക് ഓർഡർ ചെയ്യും. അപ്പോൾ നമുക്ക് ഫോളോ എന്ന് പറയാൻ പറ്റും അല്ലേ? സെക്കൻഡ് വൺ, ഷീ ഹിയർ സമ്മൺ ബർത്ത്ഡേ. അതിൽ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക സ്റ്റിക്ക് ഓൺ ടു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടെന്ന് കേൾക്കുന്നത് കുഴപ്പമില്ല, അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കൺക്ലൂഷനാണ്. കേക്ക് ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കൺക്ലൂഷനാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ 2, ഓൺലി 1 and 2 ഫോളോസ്. ഓക്കെ, ഓപ്ഷൻ 2 എന്ന് കിട്ടും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാലോ. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ബിലോ സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ഫോളോഡ് ബൈ സം കൺക്ലൂഷൻസ്. ടേക്കിംഗ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ടു ബി ട്രൂ ഈവൻ ഇഫ് ദേ സീം ടു ബി അറ്റ് വേരിയൻസ് ഫ്രം കോമൺലി നോൺ ഫാക്ട്സ്. Read all the conclusions and then decide which of the given conclusions logically follows the given statements. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് 2 പേരുണ്ടല്ലോ. സം ബെൽസ് ആർ ഗോൾഡൻ, സം ബെൽസ് ആർ റെഡ് അല്ലേ? നമ്മുടെ സിലോജിസം. ഓക്കെ, സിലോജിസമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലേ? സിലോജിസമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ സിലോജിസം ആക്ച്വലി വലിയ ടോപ്പിക്കാണ്, കുറച്ച് തിയറി പഠിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാം വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം അവിടെ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. സം ബെൽസ് ആർ ഗോൾഡൻ. ഓക്കെ, സം ബെൽസ് ആർ ഗോൾഡനും സം ബെൽസ് ആർ റെഡുമാണ്. നമ്മൾ എന്ത് ചെയ്യും? സിലോജിസിനകത്ത് ഇവരെ വെൻ ഡയഗ്രം വരച്ചാണ് നമ്മൾ സിംപ്ലി സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സം ബെൽസ് ആർ ഗോൾഡൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരയ്ക്കാം? ഓക്കെ, കുറച്ച് ബെല്ലുകൾ എന്താണ്? ഗോൾഡൻ ആണ്. ഓക്കെ, ഗോൾഡൻ ആണ്. ഇങ്ങനെ കൊടുക്കാമല്ലോ. ശരി, സം റിലേഷൻ നമ്മൾ ഇങ്ങനെയാണ് ബേസിൽ കൊടുക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് സം ബെൽസ് ആർ റെഡ്. കുറച്ച് ബെല്ലുകൾ റെഡ് ആണ്. ഓക്കെ, ഒരു കാരണവശാലും വരച്ചു പോകുമ്പോഴത്തേക്ക് റെഡും ഗോൾഡും ഡയറക്റ്റ് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പാടില്ല. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ബെല്ലും റെഡും നമ്മൾ റിലേഷനെ പറയുന്നുള്ളൂ. നമ്മൾ വെണ്ടയിൽ എങ്ങനെ വരയ്ക്കണം? ഇതുപോലെ വരയ്ക്കണം. സെറ്റല്ലേ? ഇനി കൺക്ലൂഷൻ നോക്കാം.
ഫസ്റ്റ് കൺക്ലൂഷൻ ആണ് സം റെഡ് ആർ ഗോൾഡൻ. ഓക്കെ, ഇപ്പോൾ ഈ റെഡും ഗോൾഡും തമ്മിൽ ഡയറക്റ്റ് ബന്ധമുണ്ടോ? നമുക്ക് കാണുന്ന അറിയാൻ രണ്ട് സൈഡിലാണ്. ഇപ്പോൾ ഡയറക്റ്റ് ലക്ഷ്യം നമുക്ക് പറയാൻ പറ്റില്ല, ഉറപ്പില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ ഫോളോ ചെയ്യില്ല. എപ്പോഴും ഓർക്കുക, സിലബസിനകത്ത് കൺഫേം ആകുന്ന കൺക്ലൂഷൻസ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. സെറ്റല്ലേ? സെക്കൻഡ് നോക്കാം, നോ ഗോൾഡൻ ഈസ് റെഡ്. ഓക്കെ, നോ ഗോൾഡൻ ഈസ് റെഡ് നോക്കുമ്പോൾ ഗോൾഡൻ റെഡും അല്ലെ, ഗോൾഡനും റെഡും രണ്ട് സൈഡിൽ കിടക്കുവാണ് അല്ലേ. നമുക്ക് ഡയറക്റ്റ് നോ എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി രണ്ട് സൈഡിൽ കിടന്ന ആളുകൾ നമ്മളുടെ റിലേഷൻ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നോയും ഡയറക്റ്റ് പറയാൻ പറ്റും. നോ എന്നുള്ള കാര്യം ഷെയിമിൻ്റെ പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഫോളോ ചെയ്യൂ കേട്ടോ. എപ്പോഴും അവർക്ക് സിലബസും ആകുമ്പോൾ കൺഫേം ആയിട്ടുള്ള കൺക്ലൂഷൻസ് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അത് കാരണം ഇവിടെ സെക്കൻഡ് വണ്ണും ഫോളോ ചെയ്യില്ല. ക്ലിയർ അല്ലേ? സെറ്റല്ലേ? പിന്നെ ഒരു ചെറിയ ട്രിക്ക് കൂടെ പറയാം. ഓക്കെ, അതായത് തരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ, രണ്ടുപേരും എന്താ സം അല്ലേ, സം ആണ്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള കൺക്ലൂഷൻസ് വരത്തേ ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യം, ചെക്ക് നോക്കേണ്ട കാര്യമില്ല. എപ്പോഴും അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ടുപേരും പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാവരും പോസിറ്റീവ് ആണെങ്കിൽ ഒരു കാരണവശാലും നെഗറ്റീവ് കൺക്ലൂഷൻസ് വരില്ല. അത് ട്രിക്ക് പോലെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് തന്നെ പറയാൻ പറ്റും, സെക്കൻഡ് കൺക്ലൂഷൻ ഫോളോ ചെയ്തെന്ന് പറയാൻ പറ്റും. സെറ്റല്ലേ? ഇനി അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ രണ്ടും ഫോളോ ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്, സെക്കൻഡ് ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ്, തേർഡ് വൺ ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്, ഫോർത്ത് വൺ ഐദർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ് ആണ്. ഇവിടെ രണ്ടും ഫോളോ ചെയ്യില്ലെന്നുള്ള ഓപ്ഷൻ ഇല്ല ആക്ച്വലി. അത് കാരണം ഓർക്കുക, ഇത് ആക്ച്വലി ഓപ്ഷൻ 4 ഐദർ ആണ്. ഓക്കെ, അപ്പം ഐദർ കണ്ടീഷൻ, ഓക്കെ, ഐദർ കണ്ടീഷൻ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി പേയേഴ്സ്. ഓക്കെ, കോംപ്ലിമെൻ്ററി പേയേഴ്സ് ആകാൻ ഓക്കെ കുറച്ച് തിയറി ഉണ്ട്. കോംപ്ലിമെൻ്ററി പേയേഴ്സിനെ കുറിച്ച് കുറച്ച് തിയറി ഉണ്ട്. സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാതെ പഠിച്ച് വെക്കേണ്ട ഒരു തിയറിയാണ്. ഓക്കെ, ഇങ്ങനെയാണ് കോംപ്ലിമെൻ്ററി പെയർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഐദർ ഓർ കണ്ടീഷൻ, ഐദർ പെയർ ആകാനുള്ള കണ്ടീഷൻസ്. ഓക്കെ, എങ്ങനെയാണ് വരുന്ന കാര്യം വ്യക്തമായി പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പം ഈ പെയർ ആകണം അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി പെയർ ആകണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് മെയിനായിട്ട് 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കൺക്ലൂഷൻസ് നിർബന്ധമായിട്ടും രണ്ട് പേരും ഫോൾസ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്ത കൺക്ലൂഷൻസ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? 3 കണ്ടീഷൻ മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, കൺക്ലൂഷൻ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാൻ പാടില്ല, ഫോൾസ് ആയിരിക്കണം. സെക്കൻഡ് വൺ ഓക്കെ, P1 = P2 അതുപോലെ S1 = S2. ഓക്കെ, അത് ഞാൻ പറയാം. അതായത് തൽക്കാലം P1 P2 എന്ന് പറയുന്നത് നമ്മളൊരു സെൻറ്റൻസിൽ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, സെൻറ്റൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അതായത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇവിടെ മെയിനായിട്ട് 2 ടൈമാണല്ലോ ഇവിടെ ഉണ്ടാവും, ബെല്ലും ഗോൾഡനും. ഓക്കെ, ഫസ്റ്റ് ടൈമിനകത്ത് ബെല്ലുമുണ്ട് ഗോൾഡനും ഉണ്ട് അല്ലേ. അപ്പം ഫസ്റ്റ് വരുന്ന ആൾ സബ്ജക്റ്റും സെക്കൻഡ് ആൾ പ്രെഡിക്കേറ്റാണ് ബേസിക്കലി പറയുന്നത്. ഇംഗ്ലീഷ് സെൻറ്റൻസിനകത്ത് 2 പേരുണ്ടെങ്കിൽ 2 ഒബ്ജക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ആൾ സബ്ജക്റ്റും സെക്കൻഡ് ആൾ പ്രെഡിക്കേറ്റാണ് പറയുന്നത്. അത് കാരണം ഞാൻ ഈ കൺക്ലൂഷനകത്ത് ഓക്കെ ഇവിടെ ഫസ്റ്റ് റെഡ് ആണ്, അത് തൽക്കാലം S1. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സബ്ജക്റ്റ് S1 എന്നും ഓക്കെ, അതുപോലെ ഫസ്റ്റ് കൺക്ലൂഷൻ്റെ സെക്കൻഡായിട്ട് വരുന്ന ടേം ഓക്കെ അത് പ്രെഡിക്കേറ്റ്. ഓക്കെ, പ്രെഡിക്കേറ്റ് കൊടുക്കുന്നു, അത് കാരണം അത് P1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇയാൾ സെക്കൻഡിനകത്ത് ഇത് S2 ഇത് P2. ഓക്കെ, S2 P2. ഓക്കെ, അപ്പോൾ എപ്പോഴും കോംപ്ലിമെൻ്ററി പെയർ ആകണമെന്നുണ്ടെങ്കിൽ S1 = S2 P1 = P2 ആയിരിക്കണം. ഓക്കെ, ശരി. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആകെ 3 പെയറിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, 3 സെല്ലിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ആ സെറ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മും നോയും, സം പ്ലസ് നോ, അതിൽ ഒരു കൺക്ലൂഷൻ സമ്മും മറ്റുള്ള നോയും ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സമ്മും സം നോട്ടും, അതായത് കൺക്ലൂഷനകത്ത് ഒരാൾ സം സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സം നോട്ട് സ്റ്റേറ്റ്മെൻറ്റും ആയിരിക്കണം. മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഓളും ഓക്കെ സം നോട്ടും. ഓക്കെ, അങ്ങനെ ഈ 3 പെയറിൽ മാത്രമേ നമ്മുടെ കോംപ്ലിമെൻ്ററി പെയർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഈ ഒരു തിയറി പൂർണ്ണമായിട്ടും കാണാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ശരി. നമ്മളിപ്പം നമ്മുടെ ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ S1 S2 സെയിം അല്ല അല്ലേ. S1 S2 സെയിം ആണ്, ഇവിടെ റെഡും ഗോൾഡനുമാണ്. അതുപോലെ P1 P2 വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എക്സ്ട്രാ ഓർത്തിരിക്കുക. നേരത്തെ പറഞ്ഞു S1 S2 P1 P2 സെയിം ആകണമെന്ന് പറഞ്ഞല്ലേ. പക്ഷേ നമുക്ക് ആദ്യത്തെ 2 പേരിൽ ഈ 3 പേരെന്ന് പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ 2 പേരിനകത്ത് ഇവിടെ സമ്മുണ്ട് നോയുമുണ്ട്, ഇതിനകത്തൊരു സമ്മുണ്ട്. ആക്ച്വലി സമ്മും നോയും നമുക്ക് എന്താ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, കൺക്ലൂഷൻസ് ആണ് അല്ലേ, കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കറിയാം സം ARB, കുറച്ച് A B എന്ന് പറഞ്ഞാൽ കൺഫേം ആയിട്ട് തിരിച്ചും പറയാം, കുറച്ച് BA എന്ന് പറയാൻ പറ്റും അല്ലേ. സം ARB എന്ന് പറഞ്ഞാൽ തിരിച്ച് കൺഫേം ആയിട്ടും സം BR എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതൊരു എന്താണ് കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നോ എന്ന് പറഞ്ഞാൽ നോ ARB എന്ന് പറഞ്ഞാൽ ഒരു എയും ബി അല്ല. അപ്പോൾ കൺഫേം ആയിട്ട് പറയാൻ പറ്റും, ഒരു ബിയും എ എന്ന് കൺഫേം പറയാൻ പറ്റും അല്ലേ, ഒരു എയും ബി അല്ല.
അതുപോലെ ഒരു ബിയും എ അല്ല, ഒരു എയും ബി എന്ന് കൺഫേം ആയിട്ട് കൺവേർട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആദ്യത്തെ സെറ്റ് ഇപ്പോൾ നമുക്കുള്ളത് സമ്മും നോയുമാണ്. ഓക്കെ, നമുക്ക് സം സ്റ്റേറ്റ്മെൻറ്റും നോ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടുപേരുടെ S1 S2 P1 P2 സെയിം ആക്കാൻ സാധിക്കും. ഉറപ്പല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തൽക്കാലം മാറ്റുവാണ്. അങ്ങനെ മാറ്റി എഴുതുന്നു സം ഗോൾഡൻ. ഓക്കെ, ഗോൾഡൻ തൽക്കാലം G എന്ന് കൊടുക്കുന്നു, ഗോൾഡൻ ആർ റെഡ് എന്ന് പറയുന്നു. രണ്ടാമത്തെ അതുപോലെ ഇട്ടേക്കുവാണ് നോ ഗോൾഡൻ ആർ റെഡ്. കണ്ടോ, അങ്ങനെ മാറ്റി എഴുതിയപ്പോൾ എന്താ, ഇവിടുത്തെ S1 S2 സെയിം ആയി അല്ലേ. അതുപോലെ P1 P2 സെയിം ആയി. കണ്ടോ, P1 P2 സെയിം ആയി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ ഒരേപോലെ S1 S2 P1 P2 സെയിം ആക്കി കൊണ്ട് പറയാൻ പറ്റും. ഉറപ്പായിട്ടും ഇത് നമുക്ക് ഐദർ കണ്ടീഷൻ കോംപ്ലിമെൻ്റ് പെയർ വർക്ക് ചെയ്യുന്ന സെൻറ്റൻസുകളാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സെറ്റല്ലേ. അതുപോലെ ഇവിടെ സമ്മും സമ്മിനോട്ടും പറഞ്ഞു. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ സമ്മും മറ്റൊരു സമ്മിനോട്ടും ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ P1 P2 S2 S1 സെയിം ആകില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരാളെ കൺവേർട്ട് ചെയ്യണമെന്നാക്കാൻ പറ്റും, രണ്ടുപേരെ S1 S2 P1 P2 സെയിം ആക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. പക്ഷേ ഈ മൂന്നാളുണ്ടല്ലോ, ഓളും സമ്മിനോട്ടും, ഈ ഓളും സമ്മിനോട്ടും ഒരു കാരണവശാലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഒരിക്കലും തിരിച്ച് പറയാൻ പറ്റത്തില്ല അല്ലേ. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഉറപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അവിടെ നിർബന്ധമാണ് S1 = S2 P1 P2 കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കണം. ഇല്ലെങ്കിൽ അത് ഒരു കാരണവശാലും കോംപ്ലിമെൻ്റ് പെയർ ആകില്ല. സെറ്റല്ലേ, ക്ലിയർ അല്ലേ? ശരി, അപ്പം ഉത്തരം എന്താണ്? ഓപ്ഷൻ 4 അല്ലേ. ഓപ്ഷൻ 4 ഐദർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ് എന്നാണ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഒരു തിയറി പക്കയായിട്ട് കുറച്ച് പഠിച്ചിരിക്കണം. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the following question below, some statements are given followed by some conclusions. Taking the given statements to be true even if they seem to be at variance from commonly known facts, read all the conclusions and then decide which of the given conclusion logically follows the given statement. Okay, വീണ്ടും എന്താ സിലോജിസം. അപ്പം ഈ ഷിഫ്റ്റ് 1 ചോദ്യത്തിൽ രണ്ടാമത്തെ സിലോജിസം ക്വസ്റ്റ്യൻ വന്നുകൊണ്ടോ. അപ്പോൾ നമ്മൾ സിലബസ് പ്രകാരം കുറേ ടോപ്പിക് ഉണ്ടെങ്കിൽ പോലും ചിലപ്പം ക്വസ്റ്റ്യൻസ് എന്താണ് റിപ്പീറ്റ് വരാറുണ്ട്. ഒരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് വരാറുണ്ട്. ഓക്കെ, ശരി, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ്. എല്ലാ ക്യാറ്റുകളും ഡോഗ്സ് ആണ്. അപ്പോൾ എങ്ങനെ വേണ്ട കാര്യം വരയ്ക്കാം, എല്ലാ ക്യാറ്റുകളും ക്യാറ്റ് സി എന്ന് കൊടുക്കുന്നു, എല്ലാ ക്യാറ്റുകളും ഡോഗുകളാണ്, ഡി എന്ന് കൊടുക്കുന്നു. ഓക്കെ, സെക്കൻഡ് വൺ, ഓൾ ഡോഗ്സ് ആർ റാറ്റ്. എല്ലാ ഡോഗുകളും റാറ്റാണ്, എല്ലാ ഡോഗുകളും റാറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, 6 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെൻ ഡയഗ്രം സ്റ്റേറ്റ്മെൻറ്റ് വെൻ ഡയഗ്രം ഇങ്ങനെയാണ്. നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കിയേ, സം ക്യാറ്റ്സ് ആർ റാറ്റ്സ്, സം ക്യാറ്റ്സ് ആർ റാറ്റ് അല്ലേ. കുറച്ച് ക്യാറ്റുകൾ റാറ്റാണ്. കൺഫേം നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്യാറ്റിലുള്ള ആളുകളെല്ലാം റാറ്റിനകത്തുണ്ട്. അപ്പോൾ കൺഫേം ആണ് എല്ലാ ക്യാറ്റും റാറ്റാണ്. അതുകൊണ്ട് തന്നെ ഓൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ 2 കൺവേർഷൻസ് ആണ് സം ക്യാറ്റ്സ് ആർ റാറ്റും അതുപോലെ സം റാറ്റ്സ് ക്യാറ്റ് എന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റും അല്ലേ. സമ്മും ചേർത്ത് പറയാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ തിയറി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആ ഓരോ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സും തിയറി വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അത് കാരണം ഉറപ്പാണ് ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും അല്ലേ. കണ്ടോ, കുറച്ച് ക്യാറ്റ് റാറ്റാണ്. സെക്കൻഡ് നോക്കാം, നോ ക്യാറ്റ്സ് ആർ റാറ്റ്. ഓക്കെ, ഇത് ഫോളോ ചെയ്യോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാരണവശാലും സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാവരും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കൺക്ലൂഷൻ ഒരിക്കലും വരാൻ പോകുന്നില്ല. അത് കാരണം നോ എന്ന് പറയുന്ന ആൾ ഫോളോ ചെയ്യില്ല. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ 1 അല്ലേ, കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, കോംപ്ലിമെൻ്ററി പെയർ ബേസിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരാൾ സമ്മും നോയുമാണ് അല്ലേ. ഇവിടുത്തെ S1 S2 സെയിം ആണ്, P1 P2 സെയിം ആണ്. പക്ഷേ പറഞ്ഞു ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ഫസ്റ്റ് കൺക്ലൂഷൻ രണ്ടുപേരും കൺഫേം ആയിട്ട് ഫോൾസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരാൾ ഫോളോ ചെയ്യുന്ന കാരണം നമുക്ക് അവിടെ കോംപ്ലിമെൻ്റ് പെയർ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഐദർ വരത്തില്ല. ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 കൺക്ലൂഷൻ 1 ഫോളോസ് ആണ് ഉത്തരം കിട്ടുന്നത്. സെറ്റല്ല. അപ്പം തിയറീസ് മറന്നു പോകാതെ പഠിച്ചിരിക്കുക. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ഇത് വീണ്ടും സിലോജിസം അല്ലേ. അപ്പോൾ സിലോജിസം ബന്ധപ്പെട്ട് 3ാമത്തെ ചോദ്യമാണ് ഈ ഷിഫ്റ്റിൽ മാത്രം നമ്മൾ കാണുന്നത്. ഓക്കെ, വീണ്ടും സിലോജിസമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ശരി, അപ്പം സ്റ്റേറ്റ്മെൻറ്റ്സ് പക്കയായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ അധികം സമയം കളയാതെ വെണ്ടകരം വരയ്ക്കുക, കൺക്ലൂഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, ഓൾ ചോക്ലേറ്റ്സ് ആർ ടോഫീസ്. എല്ലാ ചോക്ലേറ്റുകളും ടോഫികളാണ്. ഓക്കെ, തൽക്കാലം ചോക്ലേറ്റിന് സി എന്ന് കൊടുക്കുന്നു, ടോഫിക്ക് ടി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ശരി. ഇനി ഓൾ ടോഫീസ് ആർ സ്വീറ്റ്. എല്ലാ ടോഫികളും സ്വീറ്റാണ്, തൽക്കാലം എസ് എന്ന് കൊടുത്തു. അപ്പോൾ വെണ്ടയിൽ ഇങ്ങനെയാണല്ലോ. നമുക്ക് കൺക്ലൂഷൻ ചെക്ക് ചെയ്യാം. സം ചോക്ലേറ്റ്സ് ആർ സ്വീറ്റ്. കുറച്ച് ചോക്ലേറ്റ് സ്വീറ്റ് ആണോ? ഉറപ്പായിട്ട് അതല്ലേ, സ്വീറ്റിനകത്ത് ചോക്ലേറ്റ് കിടക്കുന്നു, കൺഫേം ആണ്. നമുക്ക് സം റിലേഷൻ പറയാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും. സെക്കൻഡ് വൺ, ഓൾ ചോക്ലേറ്റ്സ് ആർ സ്വീറ്റ്. ഉറപ്പായിട്ടും കണ്ടോ, ചോക്ലേറ്റ് എല്ലാം സ്വീറ്റിനകത്ത് കിടക്കുവാണ്.
അതുകൊണ്ട് രണ്ടാമത്തെയും ഫോളോ ചെയ്യും, കൺഫേം ആണ്, രണ്ടും ഫോളോ ചെയ്യും. ഓപ്ഷൻ 2 ബോത്ത് കൺക്ലൂഷൻസ് 1 and 2 ഫോളോ. കണ്ടോ, എളുപ്പമുള്ള ചോദ്യമായിരുന്നു. സെറ്റല്ലേ? മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ഇൻ എ ഗിവൺ കോഡ് ഫോം P plus Q means P minus Q, P divided by Q means P into Q, P into Q means P plus Q, P minus Q means P divided by Q. What is the correct answer for the given mathematical equation? 5 into 32 minus 16 divided by 7 plus 9 equal to ആണ് ചോദ്യം. നമ്മുടെ എന്താ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന ടോപ്പിക്കിലെ ചോദ്യം അല്ലേ. ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബോർഡ് മാസ് യൂസ് ചെയ്യുന്ന ചോദ്യമാണത്. ഓക്കെ, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓൺ മാത്തമെറ്റിക്കൽ സയൻസ് പറയാം. ശരി, അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ കോഡ് പ്രകാരം ഈ സിമ്പിൾ അല്ലെങ്കിൽ സൈനുകൾ കറക്റ്റ് മാറ്റി കൊടുത്ത് സോൾവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറുന്നു? 5 ഫസ്റ്റ് 5 ആണ്. ഇൻറ്റുവിന് പകരം ഇവിടെ എന്താ പറയുന്നത്? ഇൻറ്റു മീൻസ് പ്ലസ് ആണ്. അപ്പം ഇക്വേഷൻ മാറുന്നു. 5 + 32 എന്ന് വരും. അടുത്തത് മൈനസ് ആണ്. ഇവിടെ മൈനസ് പകരം എന്താണ്? മൈനസ് മീൻസ് ഡിവിഷൻ ആണ് അല്ലേ. അപ്പോൾ ഡിവൈഡ് ബൈ 16 എന്ന് വരും. ഓക്കെ, വീണ്ടും ഡിവിഷന് വരെ എന്ത് കൊടുക്കണം? ഡിവിഷന് വരും ഇൻറ്റു അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ കൊടുക്കണം. ഇൻറ്റു 7, പിന്നെ പ്ലസിന് പകരം എന്ത് കൊടുക്കണം? മൈനസ് അല്ലേ. പ്ലസിന് വരെ മൈനസ് കൊടുക്കണം. അപ്പോൾ -19 ഇക്വേഷൻ വരും. ഓക്കെ, ഇപ്പം ബോർഡ് മാസ് റൂൾ പ്രകാരം എപ്പോഴും ഓർക്കുക, ബോർഡ് മാസ് റൂൾ എപ്പോഴും ഫോളോ, ആ ബോർഡ് മാസ് റൂളിലൂടെ അത് വെച്ച് നമ്മൾ ഉത്തരങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യം എന്താണ്? B ഫോർ ബ്രാക്കറ്റ് ആണ്, O ഫോർ ഓഫ് ആണ്, പിന്നെ എന്താ ഡിവിഷൻ, ആദ്യം ഡിവിഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് വരും? 5 + 32 / 16 നമുക്ക് 2 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇൻറ്റു 7 -19 ഇക്വേഷൻ മാറുന്നു. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇക്വേഷൻ 5 + 2 × 7 അത് 14 ആകും അല്ലേ. 14 -19 എന്ന് വരും. പിന്നെ അഡീഷൻ ആണ്. അപ്പം 5 + 14 19 -19 = 0 എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ 4 0 ആണ്. എളുപ്പമാണ് അല്ലേ. മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? മുന്നോട്ട് പോകാം. അടുത്തത് അപ്പം ഈ നേരത്തെ വീണ്ടും ഓർപ്പിക്കുകയാണ്, മാക്സിമം ഈ എഴുത്തൊക്കെ ഒഴിവാക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. മാക്സിമം എഴുത്തൊക്കെ ഒഴിവാക്കി പേനയുടെ ഉപയോഗം കുറച്ച് മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾ സ്പീഡ് ഉറപ്പായിട്ടും കൂടി വരുള്ളൂ കേട്ടോ, ഇമ്പ്രൂവ് ആയി വരുള്ളൂ. ശരി, മുന്നോട്ട് പോകുന്നു. വീണ്ടും ഓക്കെ, വീണ്ടും എന്താ ഇതേ ചോദ്യം അല്ലേ, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ഇൻ എ ഗിവൺ കോഡ് ഫോം P + Q means P minus Q, P divided by Q means P into Q, P into Q means P plus Q, P minus Q means P divided by Q. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഇക്വേഷനകത്ത് സൈനുകൾ മാറ്റി ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ മാറുന്നു? 49. ഓക്കെ, മൈനസിന് വരെ എന്ത് കൊടുക്കണം? ഡിവൈഡ് ബൈ 7 ആകും അല്ലേ. അടുത്ത ഇൻറ്റുവിന് വരെ എന്ത് കൊടുക്കണം? ഇൻറ്റുവിന് പകരം പ്ലസ് ആണ്, +6. ഓക്കെ, ഡിവിഷന് വരെ എന്ത് കൊടുക്കണം? ഇൻറ്റു ആണല്ലേ. ഡിവിഷൻ മീൻസ് ഇൻറ്റു ആണ്. അപ്പം ഇൻറ്റു 3 എന്ന് വരും. പിന്നീട് പ്ലസിന് വരെ എന്ത് കൊടുക്കണം? മൈനസ്. ഓക്കെ, -20 എന്ന് വരും. അങ്ങനെ ആദ്യം ഡിവിഷൻ തന്നെ. ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം ഡിവിഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് ഡിവൈഡ് ബൈ ചെയ്യുമ്പോഴത്തേക്ക് 49/7 7 തന്നെ കിട്ടും അല്ലേ. പ്ലസ് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. അപ്പം 16 × 3 ആദ്യം വരുമല്ലോ, നെക്സ്റ്റ് വരുമല്ലോ. അപ്പോൾ 6 × 3 എന്ത് വരും? 18 എന്ന് കിട്ടും. -20. അപ്പോൾ 7 + 18 25. 25 - 20 5 എന്ന് ഉത്തരം കിട്ടുന്നു. ഓപ്ഷൻ 3 സെറ്റല്ലേ. മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യാം. മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്ന് പറയുന്നത് ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് അല്ലെ. നമ്മുടെ കോഡിങ് ആൻഡ് ഡീകോഡിങ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. ഓക്കെ, ഡീകോഡിങ് അത്യാവശ്യം സ്ഥിരമായിട്ട് എല്ലാ എക്സാമിലും ഉണ്ടാകും. ഓക്കെ, ശരി. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗോ ജമ്പ് ദെയർ ഈസ് കോൾഡ് ആസ് LOFALA. ഓക്കെ, അപ്പം കണ്ടതിനറിയാൻ പറ്റും എന്താണ് നമ്മുടെ ചൈനീസ് കോഡിങ്. ഓക്കെ, ചൈനീസ് കോഡിങ്ങായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. മെയിനായിട്ട് 4 ടൈപ്പാണ് അതിനകത്ത്. കാര്യം ചൈനീസ് കോഡിംഗ് ആണ് ഈ കാണുന്ന ചോദ്യം. ഓക്കെ, ശരി. സെക്കൻഡ് സെൻറ്റൻസ് നോക്കി. ഷീ ഗോ ദെയർ കോഡ് ആസ് KAFALA. തേർഡ് വൺ, ഷീ ദെയർ ഗോട്ട് ഈസ് കോഡ് ആസ് POKALA. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടുന്നത്? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഹൗ ഈസ് ഗോട്ട് കോഡ് ഇൻ ദ ഗിവൺ ലാംഗ്വേജ്. ഓക്കെ, അപ്പം ഈ 2 വാക്കുകളുടെ കോഡാണ് മെയിൻലി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ നോർമലി എങ്ങനെ ചെയ്യണം? 2 സെൻറ്റൻസിൽ വെച്ച് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 2 വരെ വെച്ച് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റും സെക്കൻഡും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഗോ എന്ന വാക്കിൻ്റെ കോഡ് വേണം ബേസിക്കലി. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഗോയുണ്ട്, ഇതിലും ഗോയുണ്ട്. കൂടാതെ ഒരു വാക്ക് മാത്രമല്ല, ദെയർ കണ്ടോ, ദെയർ എന്ന വാക്ക് ഇവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 വരെ കമ്പയർ ചെയ്യുമ്പോൾ ഗോ ദെയർ എന്ന 2 വാക്കുകൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോഡ് നോക്കുമ്പോഴും കോമൺ ആയിട്ട് 2 പേര് ബേസിക്കലി വരണം. ആരൊക്കെയാണ് ഉള്ളത് ഇവിടെ? FALA. ഓക്കെ, FALA. ഉറപ്പായിട്ട് ഗോ ദെയർ എന്ന വാക്കിൻ്റെ കോഡ് FALA ആണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ഒന്നെങ്കിൽ ഗോയുടെ കോഡ് FA വരും, അല്ലെങ്കിൽ LA വരും. ഓക്കെ, അത് നമ്മൾ കൺഫേം ആയിട്ടില്ല. ഓക്കെ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡും തേർഡും കൂടെ കമ്പയർ ചെയ്യാം.
ഓക്കെ, അപ്പം ആരാ കോമൻറ്റ് വരിക? ഇവിടെ ഷീ അല്ലേ, ഷീ ദെയർ ഉണ്ട്, ഇവിടെയും ഷീ ദെയറുമുണ്ട്, രണ്ടിടത്തും ഷീ ഓക്കെ ദെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോമൺ കോഡ് നോക്കി ആരാ ഉള്ളത്? KALA. ഓക്കെ, KALA ആണ്. ഓക്കെ, KALA ആണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, KALA. ഇത് കിട്ടിയല്ലോ. അപ്പം മൂന്നാം സെൻറ്റൻസിനകത്ത് ബാക്കി മിച്ചമുള്ളത് ഗോട്ട് ഉണ്ടല്ലോ, ഗോട്ട്. ഓക്കെ, ആ വാക്കിൻ്റെ കൂടെ നമുക്ക് ഇതിൽ ബേസിക്കലി വേണം. അങ്ങനെയെങ്കിൽ ഈ കോഡിനകത്ത് ബാക്കി മിച്ചമുള്ള ആളായിരിക്കും നമ്മുടെ ഗോട്ട് എന്ന വാക്കിൻ്റെ കൂടെ അല്ലേ. അതാരാ ഉള്ളത്? ഉറപ്പായിട്ടും ഗോട്ട് എന്ന വാക്കിൻ്റെ കൂടെ PO. ഓക്കെ, PO എന്ന് കിട്ടും. ഓക്കെ, ഗോട്ട് എന്ന വാക്കിൻ്റെ കൂടെ PO എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഓപ്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഒറ്റ ഓപ്ഷനിൽ മാത്രമേ, ഓപ്ഷൻ 2 മാത്രമേ PO ഉള്ളൂ. അത് കാരണം കൺഫേം ആണ് എന്താ, ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ ഉത്തരം അല്ലേ. സത്യം പറഞ്ഞാൽ ബാക്കി ഈ ഗോ എന്ന വാക്കിൻ്റെ കൂടെ നമുക്ക് ഉറപ്പിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. കാര്യം നമുക്കവിടെ ഗോട്ട് എന്ന വാക്കിൻ്റെ കൂടെ PO എന്ന് കിട്ടി. PO ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ കൺഫേം ഓപ്ഷൻ 2 തന്നെയായിരിക്കും റൈറ്റ് ആൻസർ. കണ്ടോ? അപ്പം അങ്ങനെ ഓപ്ഷൻസ് നോക്കി അനാവശ്യ സമയം കളയാതെ മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സെറ്റല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് 25 ഡിവൈഡ് ബൈ 5 = 15, 30 ബൈ 6 = 20, 35 ബൈ 7 = ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ചോദ്യം വാട്ട് വിൽ റീപ്ലേസ് ക്വസ്റ്റ്യൻ മാർക്ക് സൈൻ? ഓക്കെ, അപ്പം ഈ സ്ഥാനത്ത് വരെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ശരി. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? 25/5 അതിന് പകരം ഓക്കെ ഈക്വൽ ടു 15 അല്ലേ, ഈക്വൽ ടു 15 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർമൽ നമുക്കറിയാം 25/5 എത്രയാണ്? 5 ആണല്ലേ, 5 ആണ് കിട്ടുന്നത്. പക്ഷേ ഈ 5ന് പകരം അവിടെ 15 എന്ന് കൊടുത്തു. അപ്പോൾ എങ്ങനെ 5നെ 15 ആക്കാൻ പറ്റും? ഒന്നുകിൽ 10 ആഡ് ചെയ്യാം അല്ലേ, ഒന്നുകിൽ 10 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ 3 കൊണ്ട് ഗുണിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. നമുക്ക് നെക്സ്റ്റ് നോക്കാം. 30/6 നോർമൽ നമുക്കറിയാം എന്താ, അതും 5ആണ് ഉത്തരം കിട്ടുന്നത്. അയാൾക്ക് പകരം അവിടെ 20 എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെ 5നെ 20 ആക്കാൻ സാധിക്കുന്നു? നമുക്ക് ഒന്നുകിൽ 15 ആഡ് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ 15 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? ശരി. അങ്ങനെയെങ്കിൽ 35/7 ആക്ച്വലി അത് 5 തന്നെയാണ്. അങ്ങനെയെങ്കിൽ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് നമ്പർ വരും? അപ്പോൾ നോക്കുക, ആദ്യമേ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നീട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഉറപ്പായിട്ട് ഇവിടെ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 25 എന്ന് കിട്ടും. ഓപ്ഷൻ 4 25. കണ്ടോ? സിമ്പിളാണ്, പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പം നമ്പേഴ്സിൽ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. ഒരു നമ്പറിനെ നെക്സ്റ്റ് നമ്പറിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാര്യം നമുക്ക് നമ്പർ സീരീസ്, ഓക്കെ നമ്പേഴ്സിൽ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്പർ സീരീസിലുണ്ട്. ഓക്കെ, നമ്പർ സീരീസിൽ വരുന്നുണ്ട്. അതുപോലെ അനലോഗി എന്ന ടോപ്പിക്കിൽ നമ്പേഴ്സിൽ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഓഡ് മാൻ ഔട്ട്, ഓക്കെ ഓഡ് മാൻ ഔട്ടിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ കാണുന്ന മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്പേഴ്സ് ഉണ്ട്. പിന്നെ നമ്പർ പസിൽസ്, ഓക്കെ നമ്പർ പസിൽസ് ഉണ്ടാവും. ഓക്കെ, നമ്പർ പസ് അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. ഇവിടെ എല്ലാം നമ്പേഴ്സോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉള്ള കാരണം നിങ്ങൾ നമ്പേഴ്സോട് നല്ല സ്നേഹം ഉണ്ടാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് ഉറപ്പായിട്ട് നമ്മൾ സെറ്റാക്കി വെക്കണം. സ്ക്വയറുകൾ പഠിച്ച് വെച്ചേക്കുക, ക്യൂബുകൾ പഠിച്ച് വെക്കണം. ഓക്കെ, അത്യാവശ്യം ടേബിൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അപ്പം ഈ നമ്പേഴ്സ് റിലേറ്റ് ചെയ്യാൻ കുറച്ച് ബേസിക്കലി ഇറങ്ങും ബുദ്ധിമുട്ട് പറയുന്ന ഒരു ഏരിയ ആണ് ഈ നമ്പേഴ്സ് സീരീസ് ഒക്കെ അല്ലേ. അപ്പം ആ ഒരു നമ്പറിലേക്ക് എത്താൻ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഒരു നമ്മുടെ അപ്രോച്ച് അതിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുറച്ചധികം വർക്ക് ചെയ്യണം അവിടെ കേട്ടോ. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നമ്പർ സീരീസ് ഉണ്ടോ? നമ്പർ സീരീസിൽ ബന്ധപ്പെട്ട ചോദ്യമാണ്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൺ സീരീസ്. ഓക്കെ, സീരീസ് 8, 27, 64, 120 അല്ലേ. നെക്സ്റ്റ് നമ്പർ ആരെയും കണ്ടെത്താനറിയാൻ പറ്റും. ഉത്തരം ഓപ്ഷൻ അല്ലേ 4 216 എന്ന് കിട്ടും. ഈ നമ്പേഴ്സ് ആക്ച്വലി ആരാ? ഇയാൾ ക്യൂബ്സ് ആണ്. എല്ലാവരും ക്യൂബ്സ് ആണ് അല്ലേ. 2ന്റെ ക്യൂബാണ് 8, 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64, 5ന്റെ ക്യൂബ് 125. അടുത്ത ആര് വരും? 6ന്റെ ക്യൂബായ 216. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ക്യൂബുകൾ ഓക്കെ 20 വരെയും ഒരു ഉപേക്ഷയും കൂടെ പഠിച്ചിരിക്കണം. ഓക്കെ, സ്ക്വയറുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 30 വരെ, മിനിമം 30 വരെ പഠിച്ചിരിക്കണം. ഓക്കെ, അത് ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓക്കെ ഒരു 20 വരെ അതും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഈ ആൾക്കാരെ പഠിച്ച് സെറ്റാക്കി വയ്ക്കാൻ ശ്രമിക്കുക. സ്ഥിരമായിട്ട് നമ്പർ സീരീസ് സ്ഥിരമായിട്ട് വരുന്നൊരു കാര്യമാണ് സ്ക്വയറുകളുടെയും ക്യൂബുകളുടെയും സീരീസ്. ഓക്കെ, നമ്പർ സീരീസ് അത് തന്നെ വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട്, ഓക്കെ ഇവരൊക്കെ തന്നെ വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്, ഓൾട്ടർനേറ്റ് ആയിട്ടും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്യാവശ്യം അവെയർ ആയിരിക്കുക. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ റിലേറ്റഡ് നമ്പർ ഫ്രം ദ ഗീവൺ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, 11:141 ഈസാസ് 17 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നമ്മുടെ എന്താണ് അനലോഗി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. അനലോഗി. ഓക്കെ, അനലോഗിയിൽ തന്നെ നമുക്കറിയാം വേഡ് അനലോഗി. ഓക്കെ, വേഡ് അനലോഗി വരുന്നുണ്ട്. ഓക്കെ, വേഡ് വരുന്നുണ്ട്.
അതുപോലെ നമ്പർ, ഓക്കെ, നമ്പർ അനലോഗി ഉണ്ട്. ഇപ്പോൾ ലെറ്റർ, ഓക്കെ, ലെറ്റേഴ്സോട് ബന്ധപ്പെട്ട ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള നമ്പർ അനലോഗിയാണ് ഈ ചോദ്യം. ഓക്കെ, ഇപ്പോൾ എന്താണ് പറയുന്നത്, 11:11 അവരെന്ത് ചെയ്തു, 141 ആക്കി. അങ്ങനെയെങ്കിൽ 17 കറസ്പോണ്ടിങ് ആയിട്ട് ആര് വരുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ 11 നമുക്ക് 141 ആക്കാൻ പറ്റും? ഓക്കെ, ഇത്രയും ചെയ്യാം. എന്താണ്, നമുക്ക് തൽക്കാലം ഒരു 11ൻ്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, 11ൻ്റെ സ്ക്വയർ എത്രയാണ്? അത് 121 ആണ്. ഓക്കെ, അയാൾ നമുക്ക് 141 ആക്കാൻ അയാളുടെ കൂടെ ഒരു 20 ആഡ് ചെയ്താൽ മതി, അല്ലേ? ഒരു 20 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 141 കിട്ടും. കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ അതേപോലെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം 17ൻ്റെ സ്ക്വയർ എടുക്കാം. കാര്യം നമ്മൾ 11 141 ആക്കാൻ മനസ്സിലാക്കാൻ പറ്റും. 11 വളരെ ചെറിയ നമ്പറാണ്. ചെറിയ നമ്പറിനെ വലുതാക്കാൻ, അല്ലെ, ചെറിയ നമ്പറിനെ വലുതാക്കണമെങ്കിൽ ഒന്നുകിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഓക്കെ, ചെറുതിനെ വലുതാക്കാൻ ഒന്നുകിൽ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സ്ക്വയേഴ്സോ ക്യൂബ്സോ ഒക്കെ എടുക്കണം. ഉറപ്പല്ലേ? അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരുന്നു? 17ൻ്റെ സ്ക്വയർ എടുക്കണം. എത്ര? 11ൻ്റെ സ്ക്വയർ, 17 സ്ക്വയർ എത്രയാണ്? അത് 289 ആണ് 17ൻ്റെ സ്ക്വയർ. അയാളുടെ കൂടെ ഇവിടെ 20 ആഡ് ചെയ്യുകൊണ്ട് ഇവിടെ നമുക്ക് 20 ആഡ് ചെയ്ത് നോക്കാം. എത്ര കിട്ടുന്നു? അതെ, 309. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? 20 ആഡ് 309. ഓപ്ഷൻ 1 309. അപ്പോൾ സംഭവത്രേ ഉള്ളൂ. സ്ക്വയർ എടുത്തു പ്ലസ് 20 ചെയ്യുന്നു. ഓക്കെ, സെറ്റാണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, വീണ്ടും കണ്ടോ, വീണ്ടും അനലോഗിയാണ്. കണ്ടോ, അനലോഗിയായിട്ട് ബന്ധപ്പെട്ട്, അത് നമ്പർ അനലോഗിയായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഈ ഒരു ഷിഫ്റ്റിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. അപ്പോൾ നോക്കാം. 5:27. ഓക്കെ, 5:27 ഈസ് 9 എന്താണ്? അപ്പം 5ന് കറസ്പോണ്ടിങ് ആയിട്ട് 27 കൊടുത്തു. അങ്ങനെയെങ്കിൽ 9ന് കറസ്പോണ്ടിങ് എന്ത് വരുന്നു? അപ്പോൾ നമുക്ക് 5നെ 27 ആക്കാൻ പറ്റും. 5നെ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം, അല്ലേ? സ്ക്വയർ ചെയ്യാം. എന്നിട്ട് ഒരു 2 ആഡ് ചെയ്താൽ 27 ആയി. അങ്ങനെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. 9 സ്ക്വയർ പ്ലസ് 2 എത്രയാണ്? 81 പ്ലസ് 2 83. അത് ഓപ്ഷനകത്തുണ്ടോ? ഓപ്ഷനകത്തുണ്ട്. ഓപ്ഷൻ 3 കണ്ടോ, സിമ്പിളാണ്. ഓക്കെ, വീണ്ടും നമ്പേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പ് വരുത്തുക, നിങ്ങൾ എന്ത് ചെയ്യുക? നമ്പേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സെറ്റാണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ റിലേറ്റഡ് ലെറ്റർ ഓർ നമ്പർ ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ABE = 8, KLO = ? ഓക്കെ, എന്താണ് ഇത്? നമ്മുടെ അനലോഗി തന്നെയാണ്. ഇതും അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇവിടെ ലെറ്റർ അനലോഗിയാണ്, അല്ലേ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആയിട്ട് ബന്ധപ്പെട്ട അനലോഗിയാണ് ചോദ്യം. ശരി, അപ്പോൾ ABE = 8. ABEക്ക് പകരം അവർ 8 കൊടുക്കുന്നു. 8. ഓക്കെ, അപ്പം ഉറപ്പായിട്ടും ഈ ലെറ്റേഴ്സുകളുടെ കറസ്പോണ്ട് നമ്പേഴ്സ് ബേസിക്കലി യൂസ് ചെയ്തിട്ടുണ്ടാകും, അല്ലേ? കറസ്പോണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, നമുക്കറിയാം A ഒന്നാമത്തെ ലെറ്ററാണ്. ഓക്കെ, B രണ്ടാമത്തെ ആളാണ്, ഈ 5 ആണ്. ഉറപ്പായിട്ടും ഇവരെ വെച്ച് നമുക്ക് 8 ആക്കാൻ പറ്റുമല്ലോ. എന്ത് ചെയ്താൽ മതി? 1 + 2 + 5 8 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം കറസ്പോണ്ട് നമ്പേഴ്സ് എടുക്കുന്നു, അതെല്ലാം തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പം ഉത്തരം എന്ത് വരും? KLO എന്ന് പറയുന്ന K 11ാമത്തെ ലെറ്ററാണ്, L 12 ആണ്, O 15 ആണ്. ഈ നമ്പേഴ്സ് ആഡ് ചെയ്ത് കിട്ടും നമുക്ക് 30, അല്ലേ? 38 എന്ന് കിട്ടും. ഓപ്ഷനകത്തുണ്ടോ? ഓപ്ഷൻ 2 38. സെറ്റാണ്. ഓക്കെ, അപ്പം ലെറ്റേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 4 ടൈപ്പ്. ഓക്കെ, ലെറ്റേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഈ അനലോഗി വരുന്നുണ്ട്, ഓഡ് മാനോട്ടിലുണ്ട്, അത് ലെറ്റർ സീരീസ് ഉണ്ട്. ഓക്കെ, കോഡ് ഡീകോഡിംഗ് ഉണ്ട്, നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലെറ്റേഴ്സുകളുടെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഒരു ഉപേക്ഷയും കൂടാതെ അതും കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. കറസ്പോണ്ടിങ് നമ്പേഴ്സ് പഠിച്ചിരിക്കണം. കൂടാതെ അവിടെയുള്ള ഓപ്പോസിറ്റ് പേഴ്സ്, ലെറ്റേഴ്സുകളുടെ ഓപ്പോസിറ്റ് പേഴ്സ് നിർബന്ധമാണ് കാണാൻ പഠിക്കാൻ ശ്രമിക്കുക. കാര്യം 4 ടോപ്പിക്കിലാണ് ലെറ്റേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് പേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ആക്ച്വലി ഓപ്പോസിറ്റ് പേഴ്സ് എന്ന് പറഞ്ഞാൽ A മുതൽ, ഓക്കെ, മൊത്തം A മുതൽ S 26 വരെ ഉണ്ട്. അപ്പോൾ A മുതൽ M വരെ ആദ്യം എഴുതുക. ഓക്കെ, A ഒന്നാമത്തെ ആൾ, M 13ാമത്തെ ആൾ, വീണ്ടും M-ൻ്റെ താഴെ N എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് Z വരെ എഴുതുക. അപ്പം N 14, Z 26. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞാൽ Aയും Zഉം ഓപ്പോസിറ്റ് പെയർ ആണ്. ഇവിടെ അവസാനം M-ഉം N-ഉം കണ്ടോ, ഓപ്പോസിറ്റ് പെയർസ് ആണ്. ഓക്കെ, വീണ്ടും BY ഓപ്പോസിറ്റ് പെയർ ആണ്. അപ്പം ഇങ്ങനെയുള്ള ഓരോ ഓപ്പോസിറ്റ് പേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, കുറച്ച് എഫേർട്ട് അതും പഠിക്കാൻ ശ്രമിക്കുക. കാര്യം സ്ഥിരമായിട്ട് ഓപ്പോസിറ്റ് പെയർ വെച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് കോഡിങ്ങിനകത്തും അനലോഗിയിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന കാര്യമാണ്. സെറ്റല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. സെലക്ട് ദ റിലേറ്റഡ് വേർഡ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ക്യാറ്റ് ഈസ് ടു ഫെലൈൻ ഈസസ് ഡോഗ് ഈസ് ടു ? ഓക്കെ, ഇത് നമ്മുടെ എന്താ അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, അല്ലേ? ഇതെന്താ മെയിൻലി വേർഡ്. ഓക്കെ, വേർഡ് അനലോഗിയാണ്. ഓക്കെ, അതുകൊണ്ട് അനലോഗിയായിട്ട് ബന്ധപ്പെട്ട 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഉത്തരം വരിക? ക്യാറ്റും ഫെലൈനും ഫസ്റ്റ് ടൈം എങ്ങനെ സെക്കൻഡ് ടൈം റിലേറ്റ് ചെയ്തേക്കുന്നു? എന്താണ്?
ക്യാറ്റിന് കറസ്പോണ്ടിങ് ഫെലൈൻ എന്ന് വാക്ക് കൊടുത്തു, അങ്ങനെ ഡോഗിന് കറസ്പോണ്ടിങ് എന്ത് വരുന്നു? ഉറപ്പായിട്ടും ഓപ്ഷൻ കേട്ടോ, ഓപ്ഷൻ 1 കനൈനാണ്. കാര്യം ക്യാറ്റിൻ്റെ ക്യാറ്റിൻ ഫാമിലി പറഞ്ഞ മറ്റൊരു വാക്കാണ് ഫെലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഡോഗിന് കറസ്പോണ്ടിങ് എന്ന് പറയാൻ കനൈൻ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, സെറ്റല്ലേ? ശരി, അപ്പം കണ്ടോ വേഡ് അനലോഗിയാണ്. വേഡ് അനലോഗിലും അതുപോലെ തന്നെ നമ്മുടെ വേഡ് ഓഡ് മാൻ ഔട്ട്, ഓഡ് മാൻ ഔട്ടിലും നമ്മുടെ ജി കെ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്ക് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേഡ് അനലോഗി അല്ലെങ്കിൽ വേഡ് ഓഡ് മാൻ ഔട്ടിൽ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഭയങ്കര വാസ്റ്റ് ഒരു ഏരിയ ആണ്, ഭീകരമായിട്ട് വാസ്റ്റ് ഏരിയ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അത് കാണുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ ഏരിയ വന്നെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എവിടെ നിന്നും ചോദിക്കാൻ പറ്റും ബേസിക്കലി. ഓക്കെ, സ്ട്രാറ്റജിക്ക് ചോദിക്കാം, ഫേമസ് പേഴ്സണാലിറ്റീസ് ബന്ധപ്പെട്ട് ചോദിക്കാം, സയൻസായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വേണം ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇവിടെ ആനിമൽസ് പറയുമ്പോൾ ആനിമൽസായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് വായിച്ചിരിക്കണം. അതായത് ആനിമൽസിൻ്റെ യങ് വൺസ്, ആനിമൽസിൻ്റെ സൗണ്ട്, ആനിമൽസിൻ്റെ ഹാബിറ്റാറ്റ്. നിങ്ങൾ അതുപോലെ ഇവരെ ഗ്രൂപ്പ്, ഗ്രൂപ്പ് ഇപ്പം മെയിൻ പറഞ്ഞാൽ നമ്മൾ കളക്റ്റീവ് നോൺ എന്ന് പറഞ്ഞ കണക്ക് സ്കൂൾ ഓഫ് ഫിഷസ്, പ്രൈഡ് ഓഫ് ലേൺ, അതുപോലത്തെ ആ ഗ്രൂപ്പ് നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ച് പഠിച്ചിരിക്കണം. ഈ ഒരു 4 ഏരിയ മിനിമം പഠിച്ചിരിക്കണം. സെറ്റല്ലേ? ക്ലിയർ ആണെന്ന് കരുതും. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓൾ ലെറ്റേഴ്സ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. കണ്ടോ, ഓഡ് മാൻ ഔട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ശരി, ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും നോക്കി. ഇപ്പോൾ ഫസ്റ്റ് വൺ ABC, ABC, EFG, XYZ, MJB. വായിക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ഓപ്ഷൻ 1ഉം 2ഉം 3ഉം എന്താണ് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലെറ്റേഴ്സാണ്. എന്നാൽ ഓപ്ഷൻ 4 MJB അല്ലേ, M13 ലെറ്ററാണ്, J10, B2 ഇവർ തമ്മിൽ കൺസിക്യൂട്ടീവ് അല്ല. അത് കാരണം പറയാൻ പറ്റും ഇയാളാണ് ഓഡ് മാൻ ഔട്ട് എന്ന് പറയുന്നത്. എളുപ്പമുള്ള ചോദ്യമല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓൾ ലെറ്റേഴ്സ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. വീണ്ടും ഇതേ ലെറ്റേഴ്സുമായി ബന്ധപ്പെട്ട ഓഡ് മാൻ ഔട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ABDG, സെക്കൻഡ് വൺ FGIL, XOPA, MNPS. അപ്പം 4 ലെറ്റേഴ്സ് ഉള്ള ഗ്രൂപ്പാണ് 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ശരി, അപ്പം ഇവർ റിലേഷൻ മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? ഇവരെ കറസ്പോണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യണം അല്ലേ. A 1ാമത്തെ ലെറ്ററാണ്, B2, D4, G7. ഇതാണ് ഇവരെ കറസ്പോണ്ട് നമ്പേഴ്സ് എഴുതുമ്പം A1, B2, D4, G7 ആണ്. അപ്പോൾ ഒരു കാര്യം വീണ്ടും പറയുവാണ്, ഇപ്പോൾ നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്പേഴ്സ് മെയിൻ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കാരണവശാലും വീണ്ടും ഇവരെ ഈ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ABDG എന്ന് എഴുതി പിന്നെ ആ നമ്പേഴ്സ് എക്സ്ട്രാ എഴുതി സമയം കളയരുത്. നമുക്ക് നമ്പേഴ്സ് റിലേഷൻ മനസ്സിലാക്കാൻ നമ്പേഴ്സ് മാത്രം മതിയാകും. പിന്നെ ഇത്രയും കൂടെ എഴുതി നിങ്ങൾ ഒരു കാരണം സമയം കളയരുത്. വീണ്ടും ഓർക്കുക, എത്ര പേന ഒഴിവാക്കും അത്ര സമയം ലാഭം കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കറസ്പോണ്ട് നമ്പേഴ്സ് മാത്രം എഴുതി പോയാൽ മതി. ശരി, അത് നോക്കട്ടെ. ഇനി അപ്പം ഇത് 1, 2, 4, 7 ആണ്. അടുത്ത് നോക്കാം F. F 6ാമത്തെ ലെറ്ററാണ് അല്ലേ. G7, I 9, L 12. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ഇത് ആദ്യമേ 1 ആഡ് ചെയ്തു. 1 + 1 ആണ് 2, 2 + 2 ആണ് 4, 4 + 3 ആണ് 7. ഇവിടെയും 6 + 1 ആണ് 7, 7 + 2 ആണ് 9, 9 + 3 ആണ് 12. ഓപ്ഷൻ C നമുക്ക് നോക്കാം, 3 നമുക്ക് നോക്കാം. X എത്രയാണ്? 24, X 24, O 15 അല്ലേ, P 16, A 1. ഈ നമ്പേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇതുപോലെ +1, +2, +3 പറ്റത്തില്ല. എന്നാൽ ഓപ്ഷൻ 4 കൂടെ ചെക്ക് ചെയ്യാം. M 13ാമത്തെ ലെറ്റർ, N 14, P 16, S 19. ക്ലിയർ അല്ലേ? കണ്ടോ? അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെയും +1, +2, +3 എന്ന റിലേഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും പറയാൻ പറ്റും ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ഓഡ് മാൻ എന്ന് പറയുന്നത്. ഓഡ് മാൻ ഔട്ട് എന്ന് പറയുന്നത് എളുപ്പമല്ലേ? സെറ്റാണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. വീണ്ടും ഓഡ് മാൻ ഔട്ടായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട 3ാമത്തെ ചോദ്യമാണ് ഈ ഷിഫ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ആരൊക്കെയാണ്? മാംഗോ, പൈനാപ്പിൾ, ആപ്പിൾ, ലോട്ടസ്. ഇതിൽ ഓഡ് വേർഡ് കണ്ടുപിടിക്കണം. ഓഡ് മാൻ ഔട്ടിൻ്റെ വേർഡ് അനലോഗിയാണ്, വേർഡ് ക്ലാസിഫിക്കേഷനാണ്. ശരി, അപ്പം ഇതിൽ ഓഡ് മാൻ ആരായിരിക്കും? ഉറപ്പായിട്ടും ഓപ്ഷൻ 4 ലോട്ടസ് അല്ലേ. കാര്യം ഓപ്ഷൻ 1ഉം 2ഉം 3ഉം എന്താണ്? ഫ്രൂട്ട്സ് ആണ്. ഇയാൾ മാത്രം ഒരു ഫ്ലവർ ആണ്. ശരി, സെറ്റല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. വീണ്ടും കണ്ടോ ഓഡ് മാൻ ഔട്ടായിട്ട് ബന്ധപ്പെട്ട വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. 4th ക്വസ്റ്റ്യൻ. 4th ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ 4 വാക്കുകളാണ്.
ഫസ്റ്റ് വൺ ഡിസംബർ, സെക്കൻഡ് മാർച്ച്, തേർഡ് വൺ ജൂലൈ, ഫോർത്ത് വൺ ജൂൺ. അപ്പോൾ ഈ 4 മാസങ്ങളിൽ ഒറ്റൻ ആരാണ്? ഓക്കെ, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്തായാലും ഈ മാസങ്ങളുടെ ഡേയ്സ് നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് നോക്കാം അല്ലേ. ഇപ്പോൾ ഡിസംബർ നമുക്കറിയാം, ഡിസംബറിൽ 31 ദിവസങ്ങളുണ്ട്, മാർച്ചിലും അതുപോലെ 31 ഉണ്ട്, ജൂലൈയിൽ 30 ഉണ്ട്, എന്നാൽ ജൂണിൽ 30 ദിവസമേ ഉള്ളൂ. അത് കാരണം ഉറപ്പായിട്ടും ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ ഓഡ് മാൻ ഔട്ട്. എളുപ്പമല്ലേ? സെറ്റല്ലേ? മുന്നോട്ട് പോകുന്നു അടുത്ത ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് വിൽ fill in the blank and complete the series, given series. വീണ്ടും നമ്പർ സീരീസിൽ ബന്ധപ്പെട്ട ചോദ്യം നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഏതാ? ക്യൂബുകളുടെ ഒരു സീരീസ് നമ്മൾ ഓൾറെഡി കണ്ടു. വീണ്ടും നമ്പേഴ്സിൽ ബന്ധപ്പെട്ട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? 4, 8, 12, 16. ഉറപ്പായിട്ട് ആര് വരും? ഉറപ്പായിട്ടും 20 എളുപ്പമല്ലേ? എന്താണ്? 4 വീതം കൂടിപ്പോകുന്ന സീരീസാണ്. 16 + 4 20 എന്ന് കിട്ടും. ഇല്ലെങ്കിൽ എന്ത് പറയാം? നമുക്ക് മൾട്ടിപ്പിൾസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇയാൾ 1 × 4 ആണ് 4. ഓക്കെ, 2 × 4 8, 3 × 4 12, 4 20. ഉറപ്പായിട്ട് 4 × 5 20 എന്ന് കിട്ടും. മൾട്ടിപ്പിൾസ് ആയിട്ട് നമ്പർ സീരീസിനകത്ത് സ്ക്വയറുകളും ക്യൂബുകളും പ്രൈം നമ്പേഴ്സും കൂടാതെ ഈ മൾട്ടിപ്പിൾസ് ആയിട്ട് സീരീസ് വരാറുണ്ട്. അതും അവെയർ ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 20 ആണ് റൈറ്റ് ആൻസർ. ശരി, മുന്നോട്ട് പോകുന്നു അടുത്ത ചോദ്യം. ഓക്കെ, വീണ്ടും നമ്പർ സീരീസ് വന്നിരിക്കുന്നു. കണ്ടോ? നമ്പർ സീരീസ് ബന്ധപ്പെട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ ഷിഫ്റ്റിൽ മാത്രം ചോദിച്ചിട്ടുണ്ട്. ശരി, സീരീസ് ഗിവൺ വിത്ത് 1 term missing, സെലക്ട് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ വൺസ് ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. ഓക്കെ, നോക്കിയേ 8, 24, 12. ഓക്കെ, ഇടയ്ക്ക് നമ്പർ മിസ്സിംഗ് ആണ്, അയാൾ കണ്ടുപിടിക്കണം. വീണ്ടും 18, 54. അപ്പം ഇവരുടെ റിലേഷൻ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്പേഴ്സും വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കാണാൻ തന്നെ അറിയാൻ പറ്റുമല്ലേ? എന്താണ്? ആദ്യമേ 8നെ 24 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ 24 കഴിഞ്ഞിട്ട് പിന്നെ 12 ആണെന്ന് ഇരിക്കുന്നത് അല്ലേ? അവിടെ എന്ത് ചെയ്തു? ഡിവൈഡ് ബൈ 2 ചെയ്ത് ഉറപ്പായിട്ടും 12 ആയി. അങ്ങനെയെങ്കിൽ ഓക്കെ, ഇവിടെ നോക്കാം, അവസാനത്തെ 2 വരുന്നത് 18ഉം 54 അല്ലേ? 18 × 3 = 54. അപ്പോൾ കൺഫേം ആയിട്ട് ചെയ്യാൻ പറ്റും. ഉത്തരം എന്തായിരിക്കും? മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ × 3 ഡിവൈഡ് ബൈ 2 ആ ലോജിക്കലായിരിക്കും ആ ഒരു സീരീസ് പോയിരിക്കുന്നത് അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം? 12 × 3 ചെയ്യണം. 12 × 3 36 ആണ്. ഉറപ്പായിട്ടും 36/2 ആണ് 18. വീണ്ടും 18 × 3 ആണ് 54. സെറ്റാണ് ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ 1 36 റൈറ്റ് ആൻസർ. എളുപ്പമല്ലേ? സെറ്റാണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം അടുത്ത ചോദ്യം. ഓക്കെ, വിച്ച് വൺ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് when sequential place in the gaps in the given letter series shall complete it? ഓക്കെ, ഇതെന്താ? ലെറ്റർ സീരീസ് ആണ്. സീരീസിൽ ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ്. ലെറ്റർ സീരീസ് ആണ് ഇവിടെ. ഓക്കെ, ലെറ്റർ സീരീസ്. അപ്പോൾ നോക്കിയേ, ഇവിടെ 4 ലെറ്റേഴ്സ് വീതമുള്ള ഗ്രൂപ്പുകളാണ്. അപ്പം ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ ABCD, പിന്നെ ACDE, ഇടയ്ക്കത്തെ ആൾ മിസ്സിങ്, അയാൾ കണ്ടുപിടിക്കണം. പിന്നെ AEFG, AFGH. ഓക്കെ, ഇതാണ് സംഭവം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സെറ്റിൻ്റെയും എല്ലാ ഗ്രൂപ്പിൻ്റെയും ഫസ്റ്റ് ലെറ്റർ അല്ല ആരാ? A തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഓപ്ഷൻ ഫസ്റ്റ് ആൾ A തന്നെ വരണം. എല്ലാ ഓപ്ഷനും A തന്നെയാണ്. അപ്പം അയാൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്ത ആൾ വേഗം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിലും സെക്കൻഡ് ലെറ്റേഴ്സ് നോക്കാം അല്ലേ? ഇവിടെ B ആണ്, B രണ്ടാമത്തെ ആളാണ്. ഇവിടെ C മൂന്നാമത്തെ ആളാണ്. ഓക്കെ, ഇവിടെ E അഞ്ചാമത്തെ ആളാണ്. അടുത്ത F ആറാമത്തെ ആളാണ്. അപ്പോൾ കൺഫേം ആണ്, നമുക്ക് A കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആര് വരണം? 4ാമത്തെ ലെറ്ററായ D വരണം. ഉറപ്പല്ലേ? അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഓപ്ഷനിൽ സെക്കൻഡ് D വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 1. ഉറപ്പാണ്. അപ്പം ബാക്കി നോക്കി സമയങ്ങളുടെ കാര്യമുണ്ടോ? ഒട്ടുമില്ല. ഓപ്ഷൻ 1 കൺഫേം ചെയ്യാം. ഓപ്ഷൻ 1 ADEF ആണ് അടുത്ത റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും സമയം ലാഭിക്കാൻ പറ്റില്ല, അത്രയും നല്ലതാണ്. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻസ് കൂടെ നോക്കി വേണം നിങ്ങൾ ആൻസറിലേക്ക് പോകാനായിട്ട്. സെറ്റല്ലേ? ശരി, മുന്നോട്ട് പോകുന്നു അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 1 @2 @3 @4 @5. ഓക്കെ, അത്ര തന്നിട്ടുണ്ട്. ഇഫ് @ഈസ് ഐദർ അഡിഷൻ or multiplication, then find the minimum value of the given expression. ഓക്കെ, അതായത് ഈ @ന് പകരം ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് കൊടുക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പോൾ ഏത് സിമ്പിൾ കൊടുത്താൽ അല്ലെങ്കിൽ ഏത് സൈൻ കൊടുത്താൽ നമുക്ക് എന്താ വേണ്ടുന്നത്? ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ. അപ്പം മിനിമം വാല്യൂ കിട്ടാനേ പാടുള്ളൂ. അപ്പോൾ മിനിമം വാല്യൂ ആണെങ്കിൽ ഉറപ്പാണ് കൺഫേം ചെയ്യാം. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യമില്ല. കാര്യം മൾട്ടിപ്ലൈ വലിയ നമ്പറിലോട്ട് പോകും. ഉറപ്പായിട്ടും എന്താണ്? ഇവിടെ അഡീഷൻ കൊടുത്താൽ മതിയാകും. അത് @ സ്ഥാനത്ത് അഡീഷൻ കൊടുത്താൽ മതിയാകും. കാര്യം മിനിമം വാല്യൂ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 + 2 + 3 + 4 + 5. എത്ര കുഞ്ഞുങ്ങളെ? 6 × 4 = 10 5 15 എന്ന് കിട്ടും. ഓപ്ഷൻ 1 15 ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ ചോദ്യം മിനിമം വാല്യൂ ആണ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം വാല്യൂ ചോദിക്കാം.
അപ്പോൾ ഇതെന്താ നമ്മുടെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സെറ്റല്ലേ? ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പി ഈസ് ബ്രദർ ഓഫ് ക്യൂ, പി ഈസ് എ സൺ ഓഫ് ഡി, എസ് ഈസ് ദ ഡോട്ടർ ഓഫ് പി, ദെൻ ഹൗ എസ് ഈസ് റിലേറ്റഡ് ടു ഡി. ഇതാണ് ചോദ്യം. നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് അല്ലേ, ഫാമിലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മെയിൻലി അറിയേണ്ടത്? നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പറ്റി പക്കയായിട്ട് അറിയണം. ഓക്കെ, ഇപ്പോൾ എക്സാം ഓറിയൻറ്റഡ് നമ്മൾ മിനിമം 7 ജനറേഷനുള്ള ആൾക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. നമ്മുടെ ഫാമിലിയുള്ള ആൾക്കാരെല്ലാം പക്കയായിട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് വ്യക്തത മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഫാമിലി ട്രീ വരയ്ക്കാനും പറ്റണം. ഇത്രയേ ഉള്ളൂ. ശരി, അപ്പോൾ എന്താ പറയുന്നത്? പി ഈസ് ബ്രദർ ഓഫ് ക്യൂ. പി എന്ന് പറയുന്ന വ്യക്തി എന്നാണ് ക്യൂവിൻ്റെ സഹോദരനാണ്. അപ്പം മനസ്സിലാക്കാൻ പറ്റും, പിയും ക്യൂവും സഹോദരങ്ങളാണ്, അവർ സെയിം ജനറേഷനാണ്. അപ്പോൾ സെയിം ജനറേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാവ്? അവരെ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യണം. ഓക്കെ, പി എന്ന് പറയുന്ന വ്യക്തി എന്നാണ് ക്യൂവിൻ്റെ സഹോദരനാണെങ്കിൽ ഉറപ്പായിട്ടും ഓക്കെ ബ്രദർ ആയത് കാരണം ഈ പി എന്ന് പറയുന്ന വ്യക്തി എന്താണ്? പുരുഷനാണ്, മെയിലാണ്. തൽക്കാലം മെയിലിന് പ്ലസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പം പി എന്ന് പറയുന്ന വ്യക്തി ക്യൂവിൻ്റെ സഹോദരനാണ്. ശരി, ബാക്കി നോക്കാം. പി ഈസ് ദ സൺ ഓഫ് ഡി. പി എന്ന് പറയുന്ന വ്യക്തി ഡിയുടെ മകനാണ്. അപ്പം ഡിയുടെ മകനാണ് പി. അപ്പം ഇവിടെ എന്തായി? ഫാദർ സൺ റിലേഷനാണ്. ജനറേഷൻ മാറുന്നുണ്ട്. അപ്പോൾ ജനറേഷൻ മാറുമ്പോഴത്തേക്ക് വെർട്ടിക്കലി പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പം ഡിയുടെ മകനാണ് പി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഈ ഡിയുടെ മകനാണ് പി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഡിയുടെ ജെൻഡർ ഇവിടെ പറയുന്നില്ല. ഓക്കെ, ജെൻഡർ ഇവിടെ പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇനി എന്താണ്? എസ് ഈസ് ദ ഡോട്ടർ ഓഫ് പി. എസ് എന്ന് പറഞ്ഞ വ്യക്തി എന്താണ്? പിയുടെ മകളാണ്. എസ് എന്ന് പറയുന്ന വ്യക്തി പിയുടെ മകളാണ്. ഓക്കെ, മകളായത് കാരണം ഇവിടെ എസ് ഇവിടെ സ്ത്രീയാണ് അല്ലേ, ലേഡിയാണ്, ഫീമെയിലാണ്. അതുകൊണ്ട് തൽക്കാലം മൈനസ് സൈൻ കൊടുത്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അതും ജനറേഷൻ മാറുന്നപ്പോൾ അവരെയും വെർട്ടിക്കലി പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണ്? ദെൻ ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു ഡി. എസ്സും ഡി എന്നുള്ള എസ് ഡി ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു അല്ലേ? എസ് ഡിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഡിയുടെ എന്താണ്? ചെറുമകൾ അല്ലേ, ഗ്രാൻഡ് ഡോട്ടറാണ് എസ് അല്ലേ? ചോദ്യം ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു ഡി. ഡി എസിൻ്റെ ആരാണ്? ഗ്രാൻഡ് ഡോട്ടറാണ്. ഓപ്ഷൻ അകത്തുണ്ടല്ലോ, ഓപ്ഷൻ 2 ഗ്രാൻഡ് ഡോട്ടർ എന്ന് കിട്ടും. അപ്പോൾ ചോദ്യം തിരിച്ചാണ്. ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു എസ് ആയിരുന്നെങ്കിൽ ഡി എസിൻ്റെ മുത്തശ്ശനായ അല്ലെ ഗ്രാൻഡ് ഫാദർ ആയനെ. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് വായിച്ച് പക്കയായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? സെറ്റാണെന്ന് കരുതി ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വീണ്ടും എന്താ? നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഇവിടെ കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കി, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ദ സിംബൽസ് ഇൻറ്റു പ്ലസ് മൈനസ് ആൻഡ് ആംബസെൻ്റ് ആർ യൂസ്ഡ് വിത്ത് ദ ഫോളോയിങ് മീനിങ് ആസ് ഇലിസ്ട്രേറ്റഡ് ബിലോ. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? പി ഇൻറ്റു ക്യൂ മീൻസ് പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. അപ്പോൾ പി ഇൻറ്റു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യത്തെ വ്യക്തി രണ്ടാമത്തെ ആളുടെ ഫാദറാണ് ഡിനോട്ട് ചെയ്യണം. ഓക്കെ, ശരി. പി പ്ലസ് ക്യൂ മീൻസ് പി സൺ ഓഫ് ക്യൂ. പി മൈനസ് ക്യൂ ഈക്വൽ ടു പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ. പി ആംബസൻ ക്യൂ മീൻസ് പി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ. ചോദ്യം വിച്ച് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് സി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എച്ച്. സി എന്ന് പറയുന്ന വ്യക്തി എച്ചിൻ്റെ ഹസ്ബൻഡായിട്ട് വരുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ ഓപ്ഷൻസ് വരച്ച് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മിനിമം ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യം ചെയ്താൽ മാത്രമേ നമുക്ക് കൺഫേം ആയിട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ആദ്യത്തെ ചെക്ക് ചെയ്യുന്നു, റിലേഷൻ ഇല്ലെങ്കിൽ ഓപ്ഷൻ 1 അല്ല. രണ്ടാമത് ചെക്ക് ചെയ്യുന്നു, ഇത് നമുക്ക് സി എച്ചിൻ്റെ ഹസ്ബൻഡ് കിട്ടില്ലെങ്കിൽ ഓപ്ഷൻ 2 ഒഴിവാക്കാം. 3 ചെക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതാണെങ്കിൽ ഓപ്ഷൻ 3 കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആയിരിക്കും റൈറ്റ് ആൻസർ അല്ലേ? അപ്പോൾ നമ്മൾ മിനിമം 3 പ്രാവശ്യം ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സമയം കളയാതെ ഫാസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഇതേപോലെ ഫാമിലി ട്രീ വരച്ച് നോക്കാം. എന്താ പറയുന്നത്? സി പ്ലസ് ഡി. അപ്പോൾ ഇവിടെ പി പ്ലസ് ക്യൂ മീൻസ് പി ഈസ് ദ സൺ ഓഫ് ക്യൂ ആണെങ്കിൽ സി പ്ലസ് ഡി എന്താവും? സി ഈസ് ദ സൺ ഓഫ് ഡി അല്ലേ? സി ഈസ് ദ സൺ ഓഫ് ഡി എന്ന് പറയാം അല്ലേ? അപ്പം എങ്ങനെ വരയ്ക്കണം? ഡിയുടെ മകനാണ് സി അല്ലേ? സി പ്ലസ് ഡി എന്തായിരിക്കും? സി ദ സൺ ഓഫ് ഡി. അപ്പം സണ്ണായത് കാരണം എന്താണ്? സി ഉറപ്പായിട്ടും പുരുഷനാണ് അല്ലേ? സി ദ സൺ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ സി ഉറപ്പായിട്ടും ഡിയുടെ മകനാണ്. അപ്പം പുരുഷനായിട്ടുണ്ട്. ഇനി ഡി ആംബസെൻറ്റ് ഇ. ഇവിടെ ആംബസെൻറ്റ് മീൻസ് എന്താണ്? പി ഈസ് ദ അല്ലേ? പി ആംബസെൻറ്റ് ക്യൂ മീൻസ് പി സിസ്റ്റർ ഓഫ് ക്യൂ. അങ്ങനെയെങ്കിൽ സി ആംബസെൻറ്റ് ഇ എന്ന് വെച്ചാൽ ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് ഇ. ഡി സിസ്റ്റർ ഓഫ് ഇ എന്ന് പറയാം അല്ലേ? അപ്പം ഡി എന്തായി? സിസ്റ്റർ ആയത് കാരണം ഡി അവിടെ സ്ത്രീയാണ്. സെറ്റല്ലേ? വീണ്ടും ഇ മൈനസ് എഫ്. അപ്പോൾ ഇവിടെ പി മൈനസ് ക്യൂ മീൻസ് പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ ആണെങ്കിൽ ഇ മൈനസ് എഫ് ആകുമ്പോൾ ഇ ഈസ് ദ ബ്രദർ ഓഫ് എഫ്. ഇ ഈസ് ദ ബ്രദർ ഓഫ് എഫ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ബ്രദർ ആയത് കാരണം ഇ എന്തായി? പുരുഷനായി. ഓക്കെ, വീണ്ടും എഫ് ഇൻറ്റു എച്ച്. ഓക്കെ, ഇവിടെ പി ഇൻറ്റു ക്യൂ മീൻസ് പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ ആണെങ്കിൽ എഫ് ഇൻറ്റു എച്ച് ആകുമ്പോൾ എഫ് ഈസ് ദ ഫാദർ ഓഫ് എച്ച്. എഫ് ഈസ് ദ ഫാദർ ഓഫ് എച്ച് എന്ന് കിട്ടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും?
ഈ സിയും എച്ചും ഡയറക്റ്റ് എന്താ സി ഇസ് ദ ഹസ്ബൻഡ് ഓഫ് എച്ച് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ എന്തായാലും ഈ ഡിയുടെയും ഇയുടെയും എഫിൻ്റെയും ഇവൻ ആക്ച്വലി സഹോദരങ്ങളാണ്, അവരുടെ മക്കളാണ് സിയും എച്ചും. അപ്പോൾ ഇവർ ബേസിക്കലി എന്താണ് കസിൻസ് എന്ന് കിട്ടുള്ളൂ. സി കസിൻ എന്ന് പറയാൻ പറ്റുള്ളൂ, ഹസ്ബൻഡ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓപ്ഷൻ ഒഴിവാക്കാം. ഓക്കെ, ഇതിനടുത്ത് ഇതുപോലെ സെക്കൻഡ് ഓപ്ഷൻ ചെക്ക് ചെയ്യണം അല്ലേ. സെക്കൻഡ് എടുത്ത് നോക്കാം. സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യം സി ആംബസൻ ഡി ആണ്. പി ആംബസൻ ക്യൂ മീൻസ് പി ഈസ് സിസ്റ്റർ ഓഫ് ക്യൂ ആണെങ്കിൽ സി ആംബസൻ ഡി എന്ന് പറഞ്ഞാൽ സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി എന്ന് പറയാം അല്ലേ. അപ്പം സി ഉറപ്പായിട്ട് സിസ്റ്റർ ആയതുകൊണ്ട് സ്ത്രീയാണ്. ശരി, ഇനി ഡി പ്ലസ് ഇ. ഓക്കെ, ഇവിടെ പി പ്ലസ് ക്യൂ എന്താണ്, പി സൺ ഓഫ് ക്യൂ ആണ്. അപ്പോൾ ഡി പ്ലസ് ചെയ്യുമ്പോൾ ഡി ഈസ് ദ സൺ ഓഫ് ഇ എന്ന് കിട്ടും. ഓക്കെ, ഇയുടെ മകനാണ് ഡി, അപ്പോൾ അതുകൊണ്ട് ഡി എന്തായി, പുരുഷനായി. വീണ്ടും ഇ മൈനസ് എഫ്. ഓക്കെ, അതായത് പി മൈനസ് ക്യൂ എന്താണ്, പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ ആണ്. അപ്പോൾ ഇ മൈനസ് എഫ് ആകുമ്പോൾ ഇ ഈസ് ദ ബ്രദർ ഓഫ് പി ഈസ് ദ ബ്രദർ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഇ ഈസ് ദ ബ്രദർ ഓഫ് എഫ് എന്ന് കിട്ടും. എന്തായി, പുരുഷനായി. വീണ്ടും ലാസ്റ്റ് എഫ് ഇൻറ്റു എച്ച്. ഇവിടെ പി ഇൻറ്റു എച്ച് ക്യൂ എന്ന് പറഞ്ഞാൽ പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ ആണെങ്കിൽ എഫ് ഇൻറ്റു എച്ച് ആകുമ്പോൾ എഫ് ഈസ് ദ ഫാദർ ഓഫ് എച്ച് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോഴും സിയും എച്ച് നമ്മളെ ബന്ധം എന്താ വരും കുഞ്ഞുങ്ങളെ? അപ്പോൾ നോക്കിയേ, ഇവർ കണ്ടോ, അതെ ഇയുടെ രണ്ട് മക്കളാണ് സിയും ഡിയും, എഫിൻ്റെ മകനോ മകളോ ആണ് എച്ച്. അപ്പോൾ ഉറപ്പായിട്ടും ഇവരും എന്താ, സി കസിൻ എന്ന ഇവിടെയും കിട്ടും അല്ലേ. അത് കാരണം ഓപ്ഷൻ 2 അല്ല. ഓക്കെ, കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 3 നോക്കാം. ഇനി 3 കറക്റ്റ് കിട്ടുവാണെങ്കിൽ ഓപ്ഷൻ 3 കൊടുക്കാം. 3 അത് കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഓപ്ഷൻ 4 ആയിരിക്കും റൈറ്റ് ആൻസർ. ശരി, നമുക്ക് 3 നോക്കാമല്ലോ. 3 എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യം സി മൈനസ് ഡി. ഓക്കെ, അതായത് പി മൈനസ് ക്യൂ ഈക്വൽ ടു പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ ആണെങ്കിൽ സി മൈനസ് ഡി മീൻസ് സി ഈസ് ദ ബ്രദർ ഓഫ് ഡി എന്ന് പറയാം. ബ്രദർ ആയത് കാരണം സി എന്താണ്, പുരുഷനാണ്, മെയിലാണ്, പ്ലസ് സൈൻ കൊടുത്തു. വീണ്ടും ഡി ആംബസൻ ഇ. ഓക്കെ, ഇവിടെ പി ആംബസൻ ക്യൂ എന്നാണ്, പി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ ആണെങ്കിൽ ഡി ആംബസൻ ഇ എന്ന് പറഞ്ഞാൽ ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് ഇ, എന്ന് കിട്ടും. ഡി സിസ്റ്റർ ആയത് കാരണം സ്ത്രീയാണ്, ഫീമെയിലാണ്. വീണ്ടും ഇ പ്ലസ് എഫ്. ഓക്കെ, അവിടെ പ്ലസ് എന്താണ്, സണ്ണാണ് അല്ലേ. അപ്പം ഇ പ്ലസ് എഫ് ആകുമ്പോൾ ഇ ഈസ് ദ സൺ ഓഫ് എഫ് എന്ന് കിട്ടും. ഓക്കെ, ഈ സൺ ഓഫ് എഫ് എന്ന് കിട്ടും. അതുകൊണ്ട് എന്തായി, ഈ പുരുഷനാണ്, സണ്ണാണ്. ലാസ്റ്റ് എഫ് ഇൻറ്റു എച്ച്. ഓക്കെ, ഇവിടെ പി ഇൻറ്റു ക്യൂ മീൻസ് പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ ആണെങ്കിൽ എഫ് ഇൻറ്റു എച്ച് ആകുമ്പോൾ എഫ് ഈസ് ദ ഫാദർ ഓഫ് എച്ച് എന്ന് കിട്ടും അല്ലേ. കണ്ടോ, അപ്പോൾ എഫ് എന്താ, പുരുഷനായി. അങ്ങനെ നോക്കിയാൽ സിയും എച്ചും ബന്ധം എന്തായിരിക്കും, ഉറപ്പായിട്ടും എഫിൻ്റെ അല്ലേ. അപ്പോൾ എന്തായാലും സിയും ഡിയും ഇയും സഹോദരങ്ങളാണ്. ഇയുടെ അച്ഛനാണ് എഫ്, അതുപോലെ എച്ചിൻ്റെയും അച്ഛനാണ് എഫ്. അപ്പോൾ കൺഫേം ആണ് സിയും എച്ചും എന്നാണ് അല്ലേ, സഹോദരങ്ങളാണ്. അപ്പോൾ ഒരിക്കലും ഹസ്ബൻഡ് ആകില്ല. ഉറപ്പായിട്ടും ഓപ്ഷൻ 3 ഒഴിവാക്കാം. പിന്നെന്താ ഉത്തരം വരുള്ളൂ, ഓപ്ഷൻ 4. പിന്നെ സത്യം ഓപ്ഷൻ 4 ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല, ചെയ്യുന്ന സമയം കണ്ട കാര്യമില്ല. ജസ്റ്റ് എന്തെങ്കിലും ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വെച്ച് പരിപാടി നിർത്തിക്കണം. ഓപ്ഷൻ 4 ഉത്തരമായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഓപ്ഷൻ 4 ചെക്ക് ചെയ്ത് നോക്കാം. ശരി, സി ഇൻറ്റു ഡി ആണ് ആദ്യമേ. അപ്പോൾ എന്താണ്, പി ഇൻറ്റു ക്യൂ മീൻസ് പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ ആണെങ്കിൽ സി ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ സി ഈസ് ദ ഫാദർ ഓഫ് ഡി എന്ന് കിട്ടും. ഓക്കെ, സി എന്തായി, പുരുഷനാണ്. ശരി, ഇനി ഡി ആംബസൻ ഡി ആണ്. ഇവിടെ പി ആംബസൻ ക്യൂ മീൻസ് എന്താ, പി സിസ്റ്റർ ഓഫ് ക്യൂ ആണെങ്കിൽ ഡി ആംബസൻ ഡി ആകുമ്പോൾ ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് ഇ എന്ന് പറയാം. ഡി എന്തായി, സ്ത്രീ ആയി. ഇനി ഇ മൈനസ് എഫ് ആണ്. പി മൈനസ് ക്യൂ എന്താണ്, പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ ആണെങ്കിൽ ഇ മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ ഇ ഈസ് ദ ബ്രദർ ഓഫ് എഫ് എന്ന് പറയാം. ഓക്കെ, അത് കാരണം ഈ പുരുഷനാണ്. ലാസ്റ്റ് എന്താ, എഫ് പ്ലസ് എച്ച്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നുണ്ട് പി പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ എന്നാൽ പി സൺ ഓഫ് ക്യൂ ആണെങ്കിൽ ഇ പ്ലസ് എച്ച് ആകുമ്പോൾ എന്താവും, എഫ് ഈസ് ദ സൺ ഓഫ് എച്ച് എന്ന് കിട്ടും. അതാണ് എഫ് പുരുഷനായി. അപ്പോൾ മനസ്സിലാകാൻ പറ്റും സിയുടെ മക്കളാണ് ഡിയും ഇയും എഫും അല്ലേ. ഇവിടെ മനസ്സിലാകാൻ പറ്റും എഫിൻ്റെ അച്ഛനോ അമ്മയാണ് എച്ച് അല്ലേ. മനസ്സിലാകാൻ പറ്റും ഇവർ രണ്ടും എന്തായി, ഭാര്യ ഭർത്താക്കന്മാർ. ഇവിടെ ഓൾറെഡി സി എന്താണ്, പുരുഷനായി പറഞ്ഞാൽ ഹസ്ബൻഡ് പറഞ്ഞേ പറ്റുള്ളൂ. എച്ച് കൊണ്ട് എന്തായി, അമ്മയായി അല്ലേ, സ്ത്രീ ആയിട്ടുണ്ട്. കൺഫേം ആണ് സി എന്താണ്, എച്ചിൻ്റെ ഹസ്ബൻഡ് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 friends M, N, O, P, Q, R and S are sitting around a circular table facing towards center, not necessarily in the same order. M is third to left of Q and second to right of R. N and O are to the immediate right and immediate left of Q respectively. S is not the neighbor of R, who is sitting third to left of P.
ഓക്കെ, നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ മൊത്തം 7 പേരുണ്ട്. ഇവർ സർക്കിൾ അറേഞ്ച്മെൻറ്റിൽ ഇരിക്കണം. ഓക്കെ, ഇപ്പോൾ 1 2 3 4 5 6 7 പേരുണ്ട്. ഓക്കെ, എല്ലാവരും എന്താണ് ഫേസിങ് ടുവേർഡ്സ് സെൻറ്ററിലേക്കാണ് ഫേസ്, സർക്കിളിൻ്റെ സെൻറ്ററിലേക്കാണ് 7 പേരും ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി. എന്താ പറയുന്നത്, എം ഈസ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് ക്യൂ. അപ്പോൾ എം എന്ന് പറയുന്ന വ്യക്തി ക്യൂവിൻ്റെ തേർഡ് ലെഫ്റ്റ് ആണ് അല്ലേ, തേർഡ് ലെഫ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, തൽക്കാലം ഞാൻ ക്യൂവിനെ ഇവിടെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഈ ക്യൂവിൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് ആര് എം ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റിൽ, അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ക്യൂവിനെ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് ലെഫ്റ്റും ഇങ്ങോട്ടേക്ക് റൈറ്റുമാണ് വരുന്നത് അല്ല, കാര്യം ഇയാൾ സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എം എന്ന് പറഞ്ഞ ആൾ ക്യൂവിൻ്റെ തേർഡ് ലെഫ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് ഇയാൾ ഇവിടെ വരും, സെക്കൻഡ് ലെഫ്റ്റ് ഇവിടെയാണ് തേർഡ് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെയാണ് എം ഇരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ആൻഡ് സെക്കൻഡ് ടു റൈറ്റ് ഓഫ് ആർ അല്ലേ, അതായത് ആൻഡ് സെക്കൻഡ് ടു റൈറ്റ് ഓഫ് ആർ. അപ്പോൾ എം എന്ന് പറയുന്ന വ്യക്തി ആറിൻ്റെ സെക്കൻഡ് റൈറ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ആർ ഇവിടെ ഇരുന്നാലേ അയാളുടെ സെക്കൻഡ് റൈറ്റ് ഉണ്ടോ, ഫസ്റ്റ് റൈറ്റ് ഇവിടെ വരും, സെക്കൻഡ് റൈറ്റ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ആറിൻ്റെ സെക്കൻഡ് റൈറ്റ് ആണ് എം ഇരിക്കുന്നത്, കൺഫേം ആണ്. അപ്പം ഇവിടെ ആൻഡ് ആയത് കാരണം ഉറപ്പായിട്ടും ആദ്യം പറയുന്ന വ്യക്തിയായ എമ്മിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ അവിടെ ഹൂ ഒക്കെ ആണെങ്കിൽ ഹൂ അല്ലെങ്കിൽ ഹൂസ് ഒക്കെ ഉറപ്പായിട്ടും തൊട്ട് മുന്നത്തെ ക്യൂവിനെ പറ്റി പറഞ്ഞാൽ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ആൻഡ് ബട്ടൊക്കെയാണ് ഉറപ്പായിട്ടും ആദ്യത്തെ വ്യക്തിനെ പറ്റിയും, ഹൂസ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും തൊട്ട് മുന്നത്തെ വ്യക്തിനെ പറ്റിയും പറയുന്നത്, അത് ഓർത്തിരിക്കുക. ശരി, ഇനി എന്താ പറയുന്നത്, എൻ ആൻഡ് ഒ ആർ ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓഫ് ക്യൂ. എന്താണ്, എന്നും ഒയും ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റും ഇമ്മീഡിയറ്റ് ലെഫ്റ്റുമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആരായിരിക്കും, അത് എൻ ആയിരിക്കും. റൈറ്റ് ആരാണ്, ഒ ആയിരിക്കും. ക്യൂവിൻ്റെ റൈറ്റിൽ ഒയും ലെഫ്റ്റിൽ എന്നുമാണ്. അതുപോലെ എസ് ഈസ് നോട്ട് ദ നെയ്ബർ ഓഫ് ആർ. എസ് എന്ന് പറഞ്ഞ വ്യക്തി ആറിൻ്റെ നെയ്ബർ അല്ല. അപ്പോൾ ഉറപ്പായിട്ടും എസ് ഇവിടെ വരില്ല. ഉറപ്പായിട്ടും എസ് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ. ബാക്കി മിച്ചമുള്ള ആളായിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. ആരാ മിച്ചമുള്ളത്, ഉറപ്പായിട്ടും പി ആണ് ഈ സ്ഥാനത്തുള്ളത്. ശരി, ചോദ്യം, ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് പി. പിയുടെ തേർഡ് ലെഫ്റ്റ് ആരാണ്, മൂന്നാമത് ലെഫ്റ്റിൽ ആരാണ് അല്ലേ. ഉറപ്പായിട്ടും പി ഇവിടെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് വരും. 1 2 3 ഉണ്ടാവും. മൂന്നാമത്തെ ലെഫ്റ്റ് ആരാ, ക്യൂ എന്ന് കിട്ടും. ഓപ്ഷൻ 3, പിയുടെ തേർഡ് ലെഫ്റ്റ് ക്യൂ എന്ന് കിട്ടും. എളുപ്പമല്ലേ, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ പ്രോബ്ലം ഫിഗർ വെൻ ദ മിറർ ഈസ് പ്ലേസ് ടു ലെഫ്റ്റ് ഓഫ് ദ ഫിഗർ. ഓക്കെ, നമ്മുടെ മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജ് അല്ലെ, മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ശരി. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു ആൾക്കാരുടെ ലെഫ്റ്റ് സൈഡിൽ മിറർ വെച്ചാൽ കിട്ടുന്ന ഇമേജ് ആണ് ചോദ്യം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ മിററിൻ്റെ ഓർക്കുക, എപ്പോഴും മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, തൽക്കാലം ഒരു 6 എന്ന് പറഞ്ഞ ലെറ്റർ എടുക്കുന്നു. അയാളുടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ മിറർ വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 6ൻ്റെ ഈ വെർട്ടിക്കൽ ലൈനാണ് മിററിൻ്റെ അടുത്തുള്ളത്. അങ്ങനെയെങ്കിൽ ആ വെർട്ടിക്കൽ ലൈൻ തന്നെയായിരിക്കണം ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ഇമേജിൽ വരേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ, ആ ലൈൻ വരണം. പിന്നെ ഇവിടുന്ന് 6ൻ്റെ ആ ഒരു കർവ് എങ്ങനെയാണ്, റൈറ്റിലോട്ട് കർവ് ചെയ്ത് വരുന്നത്. അപ്പം ഇവിടെ ലെഫ്റ്റിലേക്ക് കർവ് ചെയ്ത് വരും. പിന്നെ ഇങ്ങനെയാണ് 6ന് മിറർ ഇമേജ് കിട്ടുന്നത്. അപ്പോൾ നേരെ മനസ്സിലാക്കാൻ പറ്റും, മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ആകും, റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് മാറും അല്ലേ, ഉറപ്പല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് ആക്ച്വലി ഈ മിറർ ഇമേജിനകത്ത് ലെഫ്റ്റ് സൈഡ്, ഈ ഒരു ഫിഗറിനകത്ത് ലെഫ്റ്റ് സൈഡ് മിറർ വെച്ചാൽ എന്താണ്, മിററിൻ്റെ അടുത്തുള്ള എഫ് ആയിരിക്കണം നമുക്ക് ഇവിടെ ഇമേജിൽ കിട്ടേണ്ടത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ഇങ്ങനെ എഫ് നേരെ തിരിച്ച് റിവേഴ്സ് ആയിട്ട് കിട്ടും നമുക്ക്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള ആള് എഫ് തിരിഞ്ഞ് വരണം. ഒരു കാരണം ടി വരാൻ പാടില്ല. ഇവിടെ എഫിൻ്റെ മിറർ ഇമേജ് ആണ് അവിടെ അടുത്ത് വരേണ്ടത്. ഓക്കെ, അതാണ് നമുക്ക് ഓപ്ഷൻ 1ഉം 2ഉം ഒറ്റയടി ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താ ഒഴിവാക്കാൻ പറ്റുന്നത്, നമുക്ക് ഓപ്ഷൻ 4ഉം ഒഴിവാക്കാൻ. കാര്യം എഫിൻ്റെ മിറർ ഇമേജ് ഒരു കാരണം അതുപോലെ വരത്തില്ല, നേരെ റിവേഴ്സ് ആയിട്ടേ വരുള്ളൂ. നമ്മൾ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ മിറർ വെച്ചാലും, എവിടെ മിറർ വെച്ചാലും എഫ് നേരെ തിരിഞ്ഞ് റിവേഴ്സ് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണം ഓപ്ഷൻ 4 വരത്തില്ല. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും എല്ലാ ലെറ്റേഴ്സുകളുടെയും നമ്പേഴ്സുകളുടെയും 4 സൈഡിൽ മിറർ വെച്ച് ഒരു പ്രാവശ്യം എഴുതി പഠിക്കണം. ഓക്കെ, ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിഗറാണ് മനസ്സിലാക്കാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് സമയം കളയാതെ നമുക്ക് ഒരു 5 സെക്കൻഡ്സ് കൊണ്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഭയങ്കര സിമ്പിൾ ടോപ്പിക്കാണ്. ഓക്കെ, സെറ്റാണെന്ന് കരുതും. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ചോദ്യം, അജയ് ആൻഡ് കാജോൾ ആർ ഡൂയിങ് യോഗ ഇൻ ദ മോർണിംഗ്. അജയ് ആൻഡ് കാജോൾ ആർ ഫേസിങ് ഈച്ച് അതർ. കാജോൾ ഷാഡോ ഫോൾസ് ലെഫ്റ്റ് സൈഡ് ഓഫ് അജയ്. വിച്ച് ഡയറക്ഷൻ അജയ് ഇസ് ഫേസിങ്. ഓക്കെ, നമ്മുടെ ഡിറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കാണല്ലോ. ഡിറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ശരി. അപ്പോൾ എന്താണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഈ ഷാഡോ ഒക്കെ പറന്ന് കാരണം നമ്മുടെ സണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം നമ്മുടെ കാര്യം ബേസിക്കായി അറിഞ്ഞിരിക്കുക. മോർണിംഗ് സമയത്ത് സൂര്യൻ എവിടെയായിരിക്കും, സൂര്യൻ ഈസ്റ്റിലായിരിക്കും.
ഈവനിങ് സമയം സൂര്യൻ വെസ്റ്റിലായിരിക്കും. ഉറപ്പായിട്ട് അറിയേണ്ട കേസാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട് അജയ് ആൻഡ് കാജോൾ ഫേസിങ് ഈച്ച് അതർ, രണ്ടുപേരും ഫേസ് ടു ഫേസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടുപേരെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം അല്ലേ. ഇങ്ങനെ നമുക്ക് എങ്ങനെ ഇവിടെ കൊടുക്കാൻ പറ്റും, ഒന്നിങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങനെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് അജയനെ ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ കാജോളിനെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ അജയനെ ചെയ്യാം, കാജോളിനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് സൂര്യൻ ദിശ അനുസരിച്ച് ഡയറക്ഷൻ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, രണ്ടുപേരും ഇങ്ങനെ കേട്ടോ നോർത്ത് സൗത്ത് ഫേസ് നമുക്ക് തൽക്കാലം കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഫേസ് ടു ഫേസ് ആണ്. എന്താ പറയുന്നത്, ഈ കാജോളിൻ്റെ ഷാഡോ വീഴുന്നത് അജയുടെ ഇടത് ഭാഗത്താണ്. ഓക്കെ, കാജോളിൻ്റെ ഷാഡോ നിഴൽ വീഴുന്നത് അജയുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പം അജയ് തൽക്കാലം വരച്ച രീതിയിൽ എങ്ങോട്ടാണ്, അജയ് ഇപ്പോൾ സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ അജയുടെ ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും, ലെഫ്റ്റ് ഇവിടെയും ഇത് കേട്ടോ, അജയുടെ ലെഫ്റ്റ് ഇതും ഇത് റൈറ്റുമാണ് കേട്ടോ. ലെഫ്റ്റും റൈറ്റും പക്കടെ മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. അപ്പം തൽക്കാലം ഞാൻ അജയ് മുകളിൽ താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇരുത്തി കഴിഞ്ഞാൽ അജയുടെ ലെഫ്റ്റ് ഈ സൈഡും റൈറ്റ് ഈ സൈഡുമാണ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്, കാജോളിൻ്റെ നിഴൽ വീഴുന്നത് അജയുടെ ലെഫ്റ്റിലാണ്. അപ്പം ഇങ്ങോട്ടേക്കാണ് അല്ലേ, ഇതിലേക്കാണ്, ഈ ഡിറക്ഷനിലേക്കാണ് നമ്മുടെ കാജോളിൻ്റെ നിഴൽ ഷാഡോ വീഴുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നിഴൽ വീഴണമെങ്കിൽ ഉറപ്പായിട്ടും സൂര്യൻ ഇവിടെ ഇരിക്കണം അല്ലേ. സൂര്യൻ എപ്പോഴും സൂര്യൻ ഇരിക്കുന്ന ഡിറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഷാഡോ വീഴുന്നത്. ഓക്കെ, അപ്പം സൂര്യൻ ഇവിടെ ഇരുന്നാൽ മാത്രമേ ഷാഡോ എന്താണ് ഇങ്ങോട്ടേക്ക് വീഴുള്ളൂ. ഓക്കെ, ഇനി ഓർക്കുക സമയം മോർണിംഗ് അല്ലേ. മോർണിംഗ് സമയം സൂര്യൻ എവിടെയുള്ളത്, സൂര്യൻ ഈസ്റ്റിലാണ്. ഓക്കെ, അപ്പം ഡിറക്ഷൻ ഇതാണ്, ഈസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നോർമലി നമുക്കറിയാം മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, വലത് ഭാഗത്താണ് ഈസ്റ്റ്, ഇടത് ഭാഗത്ത് വെസ്റ്റ്. അപ്പം പറയുന്നതാണ് എന്താണ്, കാജോളിൻ്റെ നിഴൽ വീഴുന്ന അജയുടെ ലെഫ്റ്റ് സൈഡിലാണ്, അപ്പോൾ ഷാഡോ ഇങ്ങോട്ടേക്കാണ് വീഴുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലേക്ക് ഷാഡോ വീഴണമെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് ആയിട്ട് സൂര്യൻ ഇരിക്കേണ്ടത്. നോർമലി മോർണിംഗ് സമയത്ത് സൂര്യൻ ഈസ്റ്റാണ്, നമുക്ക് എന്ത് ഇത് ഈസ്റ്റ് ഡയറക്ഷൻ കൊടുക്കാം. അപ്പം ഈ സൈഡ് ഈസ്റ്റും അങ്ങനെ സ്വാഭാവികമായിട്ട് ഇത് വെസ്റ്റ് ആകുമല്ലോ. ഓക്കെ, ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഇത് ഈസ്റ്റും ഇവിടെ വെസ്റ്റുമായി. അപ്പം മനസ്സിലാക്കാൻ പറ്റും, നേരെ ഡയറക്ഷൻ എന്തായി 180 റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ താഴെ നോർത്തും മുകളിൽ സൗത്തുമായിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണ്, വിച്ച് ഡയറക്ഷൻ അജയ് ഫേസ്. അങ്ങനെ നോക്കുകയാണ്, അജയ് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നു. അജയ് കണ്ടോ ഇങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നത്, അത് നോർത്ത് ഡയറക്ഷനാണ്, ഓപ്ഷൻ 3 എന്ന് പറയാം. എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇവരെ പൊസിഷൻ മാറ്റിയും കൊടുക്കാം, മാറ്റി കൊടുത്ത് നോക്കാം. ഓക്കെ, ഞാൻ തൽക്കാലം ഇത് ഇങ്ങനെ വയ്ക്കുവാണേ. തൽക്കാലം അജയ് ഇങ്ങോട്ടേക്കും കാജോൾ ഇങ്ങോട്ടും ഫേസ് തൽക്കാലം വിചാരിക്കുവാണ്. ഓക്കെ, ഇതേ സെയിം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, ഡയറക്ഷൻ മാറ്റി ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും ഫേസ് ടു ഫേസ് ആണ്. കാജോളിൻ്റെ ഷാഡോ വീഴുന്ന അജയുടെ ഇടത് ഭാഗത്താണ് അല്ലേ. അപ്പം അജയ് ഇവിടുന്ന് നമുക്ക് നോർമലി ഈ ഡയറക്ഷനിലേക്ക് വരച്ച് കഴിഞ്ഞാൽ അജയുടെ ലെഫ്റ്റ് മുകളിൽ വരും, റൈറ്റ് താഴെ വരും. ഈ കാജോളിൻ്റെ നിഴൽ വീഴുന്ന അജയുടെ ലെഫ്റ്റിലായത് കാരണം ഇങ്ങോട്ടേക്ക് ഷാഡോ വീഴുന്നു. അപ്പോൾ ഇവിടേക്ക് ഷാഡോ വീഴണമെങ്കിൽ ഉറപ്പായിട്ട് സൂര്യൻ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഇരിക്കണം അല്ലേ. അങ്ങനെയെങ്കിൽ സൂര്യൻ മോർണിംഗ് സമയത്ത് ഈസ്റ്റ്, നമുക്കറിയാം മോർണിംഗ് സമയത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഈ സൈഡ് ഈസ്റ്റ് ആണെങ്കിൽ മുകളിൽ എന്താവും, വെസ്റ്റ് ആകും. മാറ്റി വരച്ച് കഴിഞ്ഞാൽ താഴെ ഈസ്റ്റ്, മുകളിൽ വെസ്റ്റായി. ഓക്കെ, അപ്പോൾ ഈ സൈഡ് ഈസ്റ്റും ഈ സൈഡ് വെസ്റ്റും ആണെങ്കിൽ ഉറപ്പായിട്ട് ഡയറക്ഷൻ എല്ലാം ഒരേപോലെ ചേഞ്ച് ചെയ്യും. ഇവിടെ നോർത്ത് വരും, ഈ സൈഡ് സൗത്ത് വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ അജയ് ഇങ്ങോട്ട് ഫേസ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനാണ്, നോർത്ത് ഡയറക്ഷൻ തന്നെയാണ്. അവിടെ ഓപ്ഷൻ 3 എന്ന് കിട്ടും. അപ്പം കറക്റ്റായിട്ട് ആൾക്കാരെ പ്ലേസ് ചെയ്ത് സൂര്യൻ്റെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. സൂര്യൻ മോർണിംഗ് സമയത്ത് ഈസ്റ്റിലും ഈവനിങ് സമയത്ത് വെസ്റ്റുമാണ്. ഷാഡോ വീഴുന്നത് സൂര്യൻ ഇരിക്കുന്നത് എവിടെയാണോ അയാളുടെ നേരെ ഓപ്പോസിറ്റിലേക്കാണ് ഷാഡോ വീഴുന്നത്. അത്ര ഓർത്ത് എന്ത് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സെറ്റാണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് ദ ഫോളോയിങ് ഫിഗർ ഈസ് ഫോൾഡ് ടു ഫോം എ ക്യൂബ് വിച്ച് നമ്പർ വിൽ ബി ഓൺ ദ ഫേസ് ഓപ്പോസ് ദ ഫേസ് ഹാവിംഗ് നമ്പർ 1. ഓക്കെ, നമ്മുടെ ക്യൂബ്സ് ആൻഡ് ഡൈസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, നമ്മുടെ നോൺ വെർബൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്യൂബ്സ് ആൻഡ് ഡൈസ്. ഓക്കെ, ഇപ്പോൾ എന്താ പറയുന്നത്, ഈ തന്നിരിക്കുന്ന ഫിഗർ ഫോൾഡ് ചെയ്യുമ്പോൾ, മടക്കി വെക്കുമ്പോൾ എന്താണ്, നമുക്ക് 1 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആളായിരുന്നു കണ്ടുപിടിക്കണം, ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ആക്ച്വലി ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിനെ വെട്ടിമുറിച്ച് നിവർത്തി വെച്ചേക്കുവാണ്. തിരിച്ച് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്നതിനകത്ത് ഈ 1ൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആയിരുന്നു കണ്ടുപിടിക്കണം. അപ്പം ഇങ്ങനൊരു ഫിഗർ കിട്ടുവാണെങ്കിൽ ആക്ച്വലി ഈ ടൈപ്പ് കുറേ ഷേപ്പ് ഉണ്ടാകും. നമ്മൾ ക്യൂബിനെ വെട്ടിമുറിച്ച് പല ഷേപ്പ് ഉണ്ടാകും, അവരെ തിരിച്ച് ഫോൾഡ് ക്യൂബ് ആക്കണം. ഓക്കെ, അപ്പം എങ്ങനെ ഫിഗർ കിട്ടുമ്പോൾ ഓപ്പോസിറ്റ് ഫേസുകൾ ആക്ച്വലി ഓക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നിങ്ങൾ ഓരോ ഫിഗേഴ്സ് നിങ്ങൾ ടോപ്പിക് വൈസ് പഠിക്കാൻ മനസ്സിലാകാൻ പറ്റും. ഓരോ ഷേപ്പിൻ്റെയും ഓപ്പോസിറ്റ്സ് ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ആണെങ്കിൽ ഓക്കെ ഇത്രയേ ഉള്ളൂ. ഈ 5ഉം 2ഉമാണ് ഓപ്പോസിറ്റ് ഫേസ്. ഓക്കെ, അതുപോലെ ഈ 3ഉം 4ഉം ആയിരിക്കും ഓപ്പോസിറ്റ് ഫേസ്. പിന്നെ 2 സൈഡിലുള്ള 1ഉം 6ഉം ആയിരിക്കും ഓപ്പോസിറ്റ് ഫേസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ജസ്റ്റ് മാറ്റി വരാം കേട്ടോ.
മാറ്റി വരയ്ക്കുകയാണ്. അതായത് നടുക്കുള്ള ഈ ഒരാളില്ലേ 4 പേര് 5 3 2 4 അല്ലേ, ഇവർ തൽക്കാലം ഞാൻ ഇങ്ങനെ വെർട്ടിക്കൽ പ്ലേസ് ചെയ്ത് എടുക്കുക. ഓക്കെ 4 പേര്. ഓക്കെ അപ്പോൾ 1 2 3 4 തൽക്കാലം കൊടുക്കുന്നു. ഓക്കെ ഇനി ഈ 2 സ്ഥല ആൾക്കാരുടെ പ്ലേസ് തൽക്കാലം ഇവിടെ പ്ലേസ് ചെയ്യുന്നു കേട്ടോ. ഇത് 5ഉം 6ഉം തൽക്കാലം എടുക്കുകയാണ്. അപ്പോൾ ഈ 2 സ്ഥല ആൾക്കാരും മുന്നോട്ടും താഴോട്ടൊക്കെ എന്താണ് ഷിഫ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ്. ഇതേ 1 3 ഓപ്പോസിറ്റ് ഫേസിന് കിട്ടും, ഈ 2 4 ഓപ്പോസിറ്റ് കിട്ടും, 2 സൈഡുള്ള 5 6 ഓപ്പോസിറ്റ് ഫേസിന് കിട്ടും. ഓക്കെ അപ്പോൾ ഷേപ്പ് ഒക്കെ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. സെറ്റല്ലേ? ഇതാണ് സംഭവം. കണ്ടോ ഇവിടെ ആണെങ്കിൽ 5ഉം 2ഉം 3ഉം 4ഉം 1ഉം 6ഉം. ഓക്കെ ക്ലിയർ അല്ലേ? പിന്നീട് ഓക്കെ ഉത്തരം തരും ആക്ച്വലി നമുക്ക് 6 ഓപ്ഷൻ 4 6 കിട്ടും. ഇനി ആക്ച്വലി ഒരു കാര്യം പറയാം, ഈ ഒരു നിങ്ങൾ സ്റ്റാൻഡേർഡൈസിൻ്റെ വാക്ക് കേട്ടിട്ടുണ്ടോ? സ്റ്റാൻഡേർഡൈസിൻ്റെ വാക്ക് കേട്ടിട്ടുണ്ടാകും. ഓക്കെ അത് ഈ ക്വസ്റ്റ്യൻസ് പ്രത്യേക ഡൈസിന് ക്യൂബ് സ്റ്റാൻഡേർഡ് വാക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ സ്റ്റാൻഡേർഡൈസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എഴുതിയ കണക്ക് തന്നെ 1ഉം 6ഉമാണ് ഓപ്പോസിറ്റ് ഫേസ്, പിന്നെ 2ഉം 5ഉം ഓപ്പോസിറ്റ് ഫേസ്, 3ഉം 4 ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. കാര്യം അവിടെ ഓപ്പോസിറ്റ് ഫേസുകൾ നമ്പേഴ്സുകളുടെ സം എപ്പോഴും അവിടെ 7 എന്ന് കിട്ടിയിരിക്കണം. ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡൈസ് അല്ലെങ്കിൽ യൂഷ്വലൈസ്ഡ് വാക്കുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക 1ൻ്റെ ഓപ്പോസിറ്റ് 6ആണ്, 2ൻ്റെ ഓപ്പോസിറ്റ് 5 ആയിരിക്കും, 3ൻ്റെ ഓപ്പോസിറ്റ് 4 ആയിരിക്കും. ആക്ച്വലി ഈ സംഭവം നമുക്ക് ഈ ഒരു ടൈപ്പിലേക്കല്ല വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് കുറച്ച് ക്യൂബുകളുടെ പല പൊസിഷൻസ് കാണിക്കും, സെയിം ക്യൂബിന് പല പൊസിഷൻസ് കാണിച്ചിട്ട് അവിടെ ഓപ്പോസിറ്റ് കാണാൻ ചോദിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. സ്റ്റാൻഡേർഡൈസ് ആണെങ്കിൽ നമ്മൾ അവിടെ ട്രിക്കൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് പറയാം 1ൻ്റെ ഓപ്പോസിറ്റ് 6 2ൻ്റെ ഓപ്പോസിറ്റ് 5 3ൻ്റെ ഓപ്പോസിറ്റ് 4 ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം കണ്ടുകൊണ്ടേ പറഞ്ഞേ ഉള്ളൂ, ഓർത്ത് വയ്ക്കുക കേട്ടോ, പ്രത്യേകം ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? ശരി മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ വിച്ച് ആൻസർ ഫിഗർ വിൽ കംപ്ലീറ്റ് ദ ഫിഗർ പാറ്റേൺ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഫിഗർ. ഓക്കെ നമ്മുടെ കംപ്ലീഷൻ ഓഫ് ഫിഗേഴ്സ് ടോപ്പിക്കാണ്. ഓക്കെ നമ്മുടെ നോൺ വെർബൽ റീസണിൽ വരുന്ന മറ്റു ടോപ്പിക്കാണ് കംപ്ലീഷൻ ഓഫ് ഫിഗേഴ്സ്. ഓക്കെ ശരി അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ നമ്മൾ ഇതും ആദ്യം സമയങ്ങൾ അതൊരു 5 സെക്കൻഡ് കൊണ്ട് മാക്സിമം പരിപാടി തീർക്കുക, ഓപ്ഷൻസ് കമ്പയർ ചെയ്യുക. ഓക്കെ കമ്പയർ മനസ്സിലാൻ പറ്റും നമുക്ക് എന്താണ് ഈ ഒരു ടോപ്പിലായിട്ട് ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് വരണം. ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ബ്ലാക്ക് അല്ലെങ്കിൽ ഷെയ്ഡുള്ള ഷേപ്പ് ഫുള്ളായിട്ട് കിട്ടണം. അപ്പോൾ കൺഫേം ആണ് അത് ഓപ്ഷൻ 1ൽ മാത്രമേ അങ്ങ് ഒരാൾ വരുന്നുള്ളൂ. ഒറ്റയടി ഓപ്ഷൻ 2ഉം 3ഉം 4ഉം ഒഴിവാക്കാം, ഓപ്ഷൻ 1 തന്നെ റൈറ്റ് ആൻസർ. ഓക്കെ ഇത് ഭയങ്കര സിമ്പിൾ ടോപ്പിക്കാണ്. ഓക്കെ അപ്പോൾ ഫിഗർ പക്കയായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ കുഞ്ഞുങ്ങൾ അപ്പോൾ നമ്മളിപ്പം RRB NTPC ടയർ 1ൻ്റെ 2020 ഡിസംബർ 30 ഷിഫ്റ്റ് 1ൻ്റെ ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻ റീസൺ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രാക്ടീസ് ഉറപ്പായിട്ട് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ എവിടെയാണ് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടത്, എവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്